49. താനികർ തനക്കാം ഈജൻ തനയും തങ്ങളെത്താൻ കണ്ട ജ്ഞാനികൾ തമ്മയും ഇന്ത്യ നാസ്തിനഭാതി എന്നും ഊനിടെ ഉയർകളുള്ള തുണർവിഴി ഉരുടാൻ വണ്ണം വാനിലൈ ദിശകൾ മൂടും മഴദിശി ഇരുൾ പോൽ മൂടും. തനക്ക് താൻ നികരാം ഈശൻ തനെയും, അതായത് സർവജ്ഞത്വാദി കല്യാണ ഗുണങ്ങളാൽ തനിക്ക് താൻ തന്നെ സമനായ ഈശ്വരനെയും തങ്ങളെ താൻ കണ്ട ജ്ഞാനികൾ തമ്മെയും പ്രത്യേക അഭിന്ന പരമാത്മാവായി തന്നെത്താൻ അറിഞ്ഞിട്ടുള്ള ജ്ഞാനികളെയും അഞ്ചി ഒഴിച്ച് നാസ്തി ബ്രഹ്മം വന്നതില്ല, നപാതി ഭാനമാകുന്നില്ല എന്ന് വ്യവഹരിക്കുന്ന ഊനിടെ ഉയർകൾ ദേഹമാണ് ഞാൻ അഭിമാനിക്കുന്ന ജീവന്മാരുടെ ഉള്ളത്തുണർവിഴി അന്ധകരണത്തിന്റെ ജ്ഞാനദൃഷ്ടി കുരുടാകുന്ന വിധം വാനിലം നിശകൾ മൂടും. ആകാശം, ഭൂമി, ദിക്കുകൾ ഇവകളെ കണ്ണിന് കാണാൻ കഴിയാത്തതുപോലെ മറച്ചു കളയുന്ന മഴയും നിശ ഇരുൾ പോൽ മൂടും. മഴക്കാലത്ത് രാത്രി ഇരുട്ടുപോലെ മറയ്ക്കും. അതാണ് ആവരണ ശക്തിയുടെ സ്വഭാവം. നാസ്തിൻ അഭാതി എന്ന വ്യവഹാരത്തിന് ഹേതു ആവരണമാകുന്നു. ഇതാണ് പറഞ്ഞത്. ഇവർ പറഞ്ഞു 2 ശക്തികളാണ് തമസിൽ നിന്ന് വെളിപ്പെട്ടത്. അതിൽ ഒന്ന് വിക്ഷേപ ശക്തി, അതിനെപ്പറ്റിയാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ട് വന്നത്. ഇനി രണ്ടാമത്തെ ശക്തിയാണ് ആവരണ ശക്തി. ഈ ആവരണ ശക്തി തന്റെ സ്വരൂപത്തെ മറച്ച് വേറൊന്നായിട്ട് പ്രകടമാകും. ഇതാണ് ആവരണ ശക്തി ചെയ്യുന്നത്. ഈ ആവരണത്തിന്റെ സ്വഭാവം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഇത് ഈശ്വരനെയും ജ്ഞാനിയെ ഒഴിച്ച് എല്ലാവരുടെയും അന്ധകരണത്തിലെ ജ്ഞാനദൃഷ്ടി കുരുടാക്കി കളഞ്ഞിരിക്കുക. ഈശ്വരനും ആവരണം ഇല്ല ഈശ്വരന്, അതുപോലെ ജ്ഞാനിക്കും ഈ ആവരണം നശിച്ചു പോയവരാണ്. ആവരണം എന്ന് വെച്ചാൽ ഈ തന്റെ സ്വരൂപത്തെ മറച്ചു വെച്ചിരിക്കുന്ന ഒരു ശക്തി വിശേഷം. അത് ഈശ്വരനും ജ്ഞാനിക്കും ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും അന്ധകരണത്തിന്റെ ജ്ഞാനദൃഷ്ടിയെ കുരുടാക്കി കളഞ്ഞു. ജ്ഞാനദൃഷ്ടി എന്ന് ഉദ്ദേശിക്കുന്ന വിചാരത്തെ, ആ ബുദ്ധിയുടെ സൂക്ഷ്മ ആ വിചാരത്തിനെ അത് ബ്ലോക്ക് ചെയ്തത്. ഇതാണ് ഈ ആവരണ ശക്തി ചെയ്തിരിക്കുന്നത്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, മഴയും നിശി ഇരുൾ പോൽ മൂടും. മഴക്കാലത്ത് രാത്രി ഇരുട്ട് പോലെ മറയ്ക്കുന്നു. അമാവാസി നാള്, മഴക്കാലം, രാത്രി, ഇത് മൂന്നും കൂടെ വരുമ്പോൾ ഇരുട്ടിന്റെ കാഠിന്യം എത്ര കൂടും അതുപോലെയാണ് ഒരാൾക്ക് തന്റെ സ്വരൂപത്തെ അറിയാൻ ഒക്കാത്ത വിധത്തിൽ ഈ ആവരണ ശക്തി നിലകൊള്ളുന്നത്. ഇങ്ങനെയാണ്. നമുക്കറിയാം, രാത്രി എന്ന് പറഞ്ഞാൽ തന്നെ അന്ധകാരമാണ്, ഒന്നും കാണാൻ ഒക്കില്ല. അന്ന് അപവാസി കൂടെയാണെങ്കിലോ അതിന് പിന്നെ മഴക്കാറൂടെ ഉണ്ടെങ്കിലോ അപ്പൊ ചന്ദ്രനും അതുപോലെ തന്നെ നക്ഷത്രങ്ങളുടെയും പ്രകാശം, ഒന്നിന്റെ പ്രകാശം ഇല്ലാത്ത കുറ്റാക്കുറ്റിരുട്ടത്ത് ഇരിക്കുന്ന പോലെയാണ് നമ്മളെല്ലാം തന്റെ സ്വരൂപത്തെ അറിയാതെ ഇരിക്കുന്നതെന്നാണ് ശ്രുതി പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതാണ് ആവരണ ശക്തി. ഇവിടെ ആവരണ ശക്തിയാണ് നമുക്ക് ദോഷം, വിക്ഷേപശക്തി ദോഷമല്ല. അതിൽ ഇവരെ 2 പേരെ ഒഴിച്ചെന്ന് പറയാൻ കാരണം അവർ 2 പേർക്ക് സ്വരൂപം മറിഞ്ഞിട്ടില്ല. ജ്ഞാനിക്കും ഈശ്വരനും തന്റെ സ്വരൂപം മറഞ്ഞിട്ടില്ല. പക്ഷെ ജ്ഞാനിയും ഈശ്വരനും വ്യവഹരിക്കും. അതെങ്ങനെയെന്ന് വെച്ചാൽ തന്റെ സ്വരൂപം മറക്കാതെ തന്നെ അവർ വ്യവഹരിക്കും. അതാണ് അവരുടെ പ്രത്യേകത. അതാണ് ഈ പദ്യം. താനികർ തനക്കാം ഈജൻ തനിയും തങ്ങളെത്താൻ കണ്ട ജ്ഞാനികൾ തമ്മയും ഇന്ത്യ നാസ്തിൻ അഭാതി എന്നും ഊനിടെ ഉയർകളുള്ള തുണർവിഴി ഉരുടാം വണ്ണം വാനിലെ ദിശകൾ മൂടും മഴനിശി ഇരുൾ പോൽ മൂടും. ഈ ആവരണ ശക്തിയാണ് ഗുരു മാറ്റുന്നത്. ഇവിടെ പറയുന്നത് എങ്ങനെയാണ്? വിക്ഷേപ ശക്തിയെ ശിഷ്യൻ നീക്കണം. ശിഷ്യന്റെ ഈ വിക്ഷേപശക്തിയെ നീക്കിയാണ് ഒരു ഗുരുവിനെ സമീപിക്കേണ്ടത്. ഗുരുവാണ് ആവരണം മാറ്റിക്കൊടുക്കുന്നത്. അതിനവരുപയോഗിക്കുന്നത് എന്താണ്? ഈ തത്വമസ്യാദി മഹാവാക്യ ഉപദേശം കൊടുത്താണ് ഈ ആവരണ ശക്തിയെ അവർ നശിപ്പിക്കുന്നത്. 50ാമത്തെ പദ്യത്തിൽ ഇങ്ങനെയാണ്: പൂർണ്ണമാം ബ്രഹ്മത്തിനു പുറത്തുള്ള വികാരങ്ങൾക്കും ആന്റെ കൂടസ്ഥനുക്കും അകത്തുള്ള വികാരങ്ങൾക്കും തോന്നിയ ഭേദം ചറ്റും തോന്നാമൽ മറയ്ത്തു മൂടും ഊന്റിയ ഭവവിയാതി ഉണ്ടാക്കും ഉപാധി ഇതേ. പൂർണ്ണമാ ബ്രഹ്മത്തിനും, അതായത് പൂർണ്ണമായ ബ്രഹ്മത്തിനും പുറത്തുള്ള വികാരങ്ങൾക്കും, പുറമേ ഇത് എന്ന വൃത്തിവിഷയമായുള്ള ആകാശാദി പ്രപഞ്ചത്തിനും ആന്റെ കൂടസ്ഥനുക്കും അറിവസ്വരൂപമായ കൂടസ്ഥനും അകത്തുള്ള വികാരങ്ങൾക്കും ഉള്ളിൽ ഞാനെന്ന വൃത്തിവിഷയമായുള്ള അഹങ്കാരാദികൾക്കും തോന്നിയ ഭേദം, സ്വഭാവസിദ്ധമായി വിളങ്ങുന്ന ഭേദങ്ങൾ ചറ്റുന്നത്തെ അല്പം പോലും തോന്നാമൽ മറയ്ത്ത് ജ്ഞാനക്കണ്ണിന് കാണാൻ സാധിക്കാത്ത വിധം അതിനെ കുരുടാക്കി മൂടും. ആ ഭേദങ്ങളെ ആവരണ ശക്തി മറയ്ക്കും. ഊന്റിയ ഭവവ്യാധി, കടക്കാൻ നിവൃത്തിയില്ലാത്ത ബൃഹത്തായുള്ള ജനനമായ ദുഃഖത്തെ
ഉണ്ടാക്കുന്ന ഉപാധി ഇതേ. ഈ ആവരണ ശക്തിയാകുന്നു വേറൊന്നുമല്ല. അധിഷ്ഠാനമായ കൂടസ്ഥ ബ്രഹ്മങ്ങൾക്കും ആരൂപമായ അഹങ്കാരാദി പ്രപഞ്ചങ്ങൾക്കുമുള്ള ഭേദങ്ങൾ ക്രമമായി സച്ചിദാനന്ദവും അനന്തജഡ ദുഃഖവുമാകുന്നു. അധിഷ്ഠാന ആരോപങ്ങളുടെ ഭേദങ്ങളെ തോന്നാതെ മൂടുന്നതിനാൽ ആവരണ ശക്തിയെ മൂടൽ എന്നും അഹങ്കാരാദി പ്രപഞ്ചങ്ങളായി തോന്നിപ്പിക്കുന്നതിനാൽ വിക്ഷേപശക്തി എന്ന് തോറ്റമെന്നും പറഞ്ഞിരിക്കുന്നു. ആവരണ ശക്തിയെ മൂടലെന്നും വിക്ഷേപശക്തിയെ തോറ്റമെന്നും പറഞ്ഞിരിക്കുന്നു എന്നറിയുന്നു. അതായത് പൂർണ്ണമാം ബ്രഹ്മത്തിനും പൂർണ്ണമായ ബ്രഹ്മത്തിനും പുറത്തുള്ള വികാരങ്ങൾക്കും പുറമേ ഇത് എന്ന വൃത്തിവിഷയമായുള്ള ആകാശാദി പ്രപഞ്ചത്തിനും അതുപോലെ തന്നെ ആന്റെ കൂടസ്ഥനുക്കും അറിവ് സ്വരൂപമായ കൂടസ്ഥനും അകത്തുള്ള വികാരങ്ങൾക്കും ഉള്ളിൽ ഞാനെന്ന വൃത്തിവിഷയമായുള്ള അഹങ്കാരാദികൾക്കും തോന്നിയ ഭേദം സ്വഭാവസിദ്ധമായി വിളങ്ങുന്ന ഭേദങ്ങൾ അല്പം പോലും തോന്നാമൽ ജ്ഞാനക്കണ്ണിന് കാണാൻ സാധിക്കാത്ത വിധം അതിനെ കുരുടാക്കി മൂടും. ആ ഭേദങ്ങളെ ആവരണ ശക്തി മറയ്ക്കും. ഊന്തിയ ഭവവ്യാധി, ഇതാണ് കടക്കാൻ നിവൃത്തിയില്ലാത്ത ബൃഹത്തായുള്ള ജനനമായ ദുഃഖത്തെ ഉണ്ടാക്കുന്ന ഉപാധി ഇത്. ഈ ആവരണ ശക്തിയാണ്, വേറൊന്നുമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആവരണ ശക്തിയാണ് നമുക്ക് ദോഷമായിട്ടിരിക്കുന്നത്. അഹങ്കാരാദി പ്രപഞ്ചങ്ങളായി തോന്നിപ്പിക്കുന്നതിനാൽ വിക്ഷേപശക്തിയെ തോറ്റമെന്നും പറഞ്ഞിരിക്കുന്നു എന്നറിയുക. ഇതാണ് 50-ാമത്തെ പത്തി. ഇതിൽ മനസ്സിലാക്കാനുള്ള ഇത്രയേ ഉള്ളൂ. ഇവിടെ ഈ വിക്ഷേപാവരണം എന്നുള്ള 2 ശക്തികൾ ഇതിൽ നിന്ന് വെളിപ്പെട്ടതാണ്. ആ വെളിപ്പെട്ട ഈ 2 ശക്തികൾ എന്താണ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ആവരണ ശക്തിയാണ് ആദ്യം ഉണ്ടായത്. ആവരണ ശക്തി ആ ബ്രഹ്മത്തെ മൂടി. അത് എങ്ങനെയാണ് ഇത് മൂടി അതിൻ്റെ ഭേദത്തെ അറിയാൻ അയക്കാതെ മറച്ചു കളഞ്ഞു. ഇതാണ് ചെയ്തിരിക്കുന്നത്. പുറത്തുള്ള വികാരങ്ങൾ, അതാണ് ആകാശാദി പഞ്ചഭൂതങ്ങൾ. അകത്തുള്ള വികാരമാണ് ഞാനെന്ന വൃത്തി വിഷയമായുള്ള അഹങ്കാരാദികൾ. ഇത് രണ്ടിനും ഉള്ള ഭേദത്തെ ഈ ആവരണ ശക്തി മറച്ചു കളഞ്ഞു എന്നാണ് ഇവിടെ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റി? ഈ വ്യവഹാരം തന്നെ ബാധിക്കുന്ന പോലെ നമുക്ക് തോന്നുകയാണ്. വാസ്തവത്തിൽ ഇത് താനുമായിട്ടൊരു ബന്ധമില്ല. ആ തിരിച്ചറിവുണ്ടാവും, ആ ജ്ഞാനം ഉണ്ടാവുന്നുമില്ല. ഇതിൽ ആ സ്വരൂപത്തിൽ ഇതൊന്നും പറ്റുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് തങ്ങളിലുള്ള ഭേദം മറച്ചു കളഞ്ഞെന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടെ ചേർന്ന് തപ്തായ പിണ്ഡം പോലെ ഇരിക്കുന്ന രൂപത്തിലായിപ്പോയി. ഇതിനെയാണ് വേദം പിരിച്ച് നമ്മളെ കാണിക്കുന്നത്. സ്ഫടികത്തിൽ റോസാപ്പൂവിൻ്റെ ചുവപ്പ് നിറം കലർന്നതുപോലെ തോന്നുന്നില്ല. വാസ്തവത്തിൽ സ്ഫടികത്തിലൊന്നും കലർന്നിട്ടില്ല, പക്ഷെ കലർന്നതുപോലെ തോന്നുന്നു. ഇപ്പോൾ ചുവപ്പ് സ്ഫടികമായിട്ട് പിന്നീട് ആ വെള്ള സ്ഫടികം നമുക്ക് തോന്നുന്നു, പ്രതീതമാകും. അപ്പോൾ നമ്മൾ വിചാരിക്കും ആ ചുവപ്പ് സ്ഫടികത്തിൽ കലർന്നതുപോലെ. അപ്പോൾ ഈ രൂപത്തിൽ പിരിച്ചറിയാൻ സാധിക്കാത്ത വിധം ആ ജ്ഞാനക്കണ്ണിനെ കുരുടാക്കി കളഞ്ഞു എന്നാണ് വേദം പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ സൂക്ഷ്മത കൊണ്ടുവന്ന് ഇതിൽ നല്ല വിചാരം ചെയ്ത് ഇതിനെ തിരിച്ചറിയണം. വാസ്തവത്തിൽ ഞാൻ എന്ന് പറയുന്ന അത് വാസ്തവത്തിൽ ആത്മാ തന്നെ, ബ്രഹ്മം തന്നെയാണ്. പക്ഷെ അതിൽ ഞാൻ എന്ന് പറഞ്ഞ ഉടനെ തന്നെ അതിൽ ഈ പറയുന്ന അഹങ്കാരാദികൾ അതിൽ കലർന്ന് ഇരിക്കുന്ന പോലെ നമുക്ക് അവിചാരം കൊണ്ട് തോന്നുന്നു. പക്ഷെ ഇത് കലർന്നിട്ടില്ല എന്നുള്ള അപരോക്ഷ അനുഭവം വരണം. പരോക്ഷമായിട്ട് നമുക്ക് പറയാം അങ്ങനെ ഒന്നും കലർന്നിട്ടില്ല, അത് വെറുതെ ഒരു പ്രതീതി മാത്രമാണ്. കയറിൽ പാമ്പ് കലർന്നിട്ടില്ല, അത് ഒരു പ്രതീതി മാത്രമാണ്. ആ പാമ്പിന് കയറിനെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. അതുപോലെ ഈ പ്രപഞ്ചത്തിന് ഈ ആത്മസ്വരൂപത്തെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയാണ് ഇരിക്കുന്നത്. പക്ഷെ എങ്കിലും എനിക്ക് ദുഃഖമുണ്ടായി, വിഷമമുണ്ടായി, ഞാൻ ഖേദിക്കുന്നു ഒക്കെ ചെയ്യുന്നില്ല. ഇതെല്ലാം അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവർ പറയുന്നു ഇതിനെ പിരിച്ചറിയാനൊക്കാത്ത അജ്ഞാനം കൊണ്ടുണ്ടായത്. ആ ജ്ഞാനം ഇതിൽ പരിപോഷിപ്പിച്ചെടുക്കണം. കാരണം അതാണ് നമ്മൾ പറയുന്ന വിചാരം. ആ ജ്ഞാനദൃഷ്ടിയാണ് വാസ്തവത്തിൽ ഈ ഗുരുക്കന്മാർ നമുക്ക് ശരിയാക്കി തരണം. അതുകൊണ്ടാണ് പറഞ്ഞത് നീ ഒന്ന് വിചാരിച്ച് നോക്കൂ, നീ ആ സൂക്ഷ്മതയിലൊന്ന് ചിന്തിച്ച് നോക്കൂ എന്നൊക്കെ മഹത്തുക്കൾ നമ്മളോട് പറയുന്നത് ആ വിചാരത്തെ ഇവിടെ വീണ്ടും കൊണ്ടുവരാൻ. ഈ മായ ഏൻ വന്നതെന്നാൽ ബുദ്ധി വിചാരമറ്റതിനാൽ. ഇതാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. ഈ മായ എങ്ങനെ വന്നു? വാസ്തവത്തിൽ അനിർവചനീയമായ ഈ മായ, ഇത് ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ സാധിക്കാത്ത ഈ അനിർവചനീയ മായ എങ്ങനെ ഇതിൽ വന്നു എന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു വിചാരമറ്റതിനാൽ. തനിക്ക്
ആ ജ്ഞാനദൃഷ്ടി കുരുടായതാണ് കാരണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം. അതുകൊണ്ട് ആ വിചാരത്തെ വീണ്ടും ഇതിൽ പുനർജനിപ്പിക്കാനാണ് ഈ തത്വവിചാരം ഇതിൽ കൊണ്ടുവന്ന് ഒരു കണക്ട് ചെയ്തത്. വാസ്തവത്തിൽ ഇതിനെ ഒന്ന് വിചാരിച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ നഷ്ടപ്പെട്ട ആ വിചാരശക്തി വീണ്ടും ഇതിൽ വീണ്ടും വന്നു ചേരും. മഹത്തുക്കൾക്ക് അത്രേ വേണ്ടു. കാരണം ഈ ജ്ഞാനം നഷ്ടമായിട്ടില്ല. തൻ്റെ ആത്മസ്വരൂപത്തെ ഉണ്ടാക്കാൻ വേണ്ടിയല്ല നമ്മളിപ്പോൾ ഈ പറയുന്ന പ്രയത്നങ്ങൾ ചെയ്യുന്നത്. അത് അങ്ങനെ തന്നെ ഇരിക്കുന്നു. പക്ഷെ അത് എന്തോ കൊണ്ട് അറിയുന്നില്ല, അതിനെ ഉണരാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ഇപ്പം നമുക്ക് ഉണരാനായിട്ട് അല്പം കഴിഞ്ഞത് സുഷുപ്തിയിലാണ്. കാരണം ആ സ്വാഭാവികമായൊരു നില സുഷുപ്തിയിൽ എല്ലാവർക്കും ഉണ്ട്. കാരണം എല്ലാം വിട്ട് പോയി ആ സുഷുപ്തിയിൽ ആ സ്വാഭാവിക നിലയിൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ അതിനെ ബോധിക്കാനായിട്ടുള്ള പ്രജ്ഞ അവിടെ ഇല്ല. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഈ ജാഗ്രതയിൽ തന്നെ, ഈ ജാഗ്രത അവസ്ഥ, സുഷുപ്തി പോകണ്ട, ഈ ജാഗ്രത അവസ്ഥയിൽ തന്നെ ഈ സുഷുപ്തിയെ സൃഷ്ടിക്കണം. അപ്പൊ സുഷുപ്തി എങ്ങനെ വന്നു എന്ന് അവർ വിവേകിച്ചിട്ട് പറഞ്ഞു, ഈ ഭൂതഭൗതിക പ്രപഞ്ചത്തിന്റെ വിസ്മരണമാണ് അവിടെ നമുക്ക് സുഷുപ്തി ഉണ്ടാവാൻ കാരണമായത്. അവർ പറയുന്നത് ബോധപൂർവം ഈ ഭൂതഭൗതിക പ്രപഞ്ചത്തിന്റെ വിസ്മരണം നമുക്ക് കൊണ്ടുവരണം. ഇത് എന്താണ് ഈ സ്മരണയിൽ എപ്പോഴും ഈ ഭൂതഭൗതിക പ്രപഞ്ചം വന്ന് കയറുന്നത്? ഭൂതഭൗതിക പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എല്ലാം, ഈ ശരീരം അടക്കം എല്ലാം ഉണ്ട് അതിൽ, മനസ്സും എല്ലാം അതിന്റെ ഭാഗങ്ങളാണ്. സർവ്വ ബ്രഹ്മാണ്ടങ്ങളും ഭൂതഭൗതിക പ്രപഞ്ചത്തിനടക്കം. അപ്പം ഇതെങ്ങനെ വന്ന് കയറുന്നു എന്ന് ചോദിച്ചാൽ അവർ പറയുന്നു, ഇത് സ്വപ്നം പോലെ വിദ്യയാണെന്ന് വേദം പറഞ്ഞിട്ടും വീണ്ടും അതിലെന്തോ ഒരു സത്യബുദ്ധി ഇങ്ങനെ കിടക്കുന്നു. അത് നമുക്കത് മാറ്റിക്കാണാനുള്ള വിവേകശക്തി ഉണ്ടാവുന്നുമില്ല. അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്, അതിനെ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. അതായത് താൻ അറിയുന്ന തത്വങ്ങളാണ് ഇതെല്ലാം, താനല്ല. താൻ അറിയുന്ന തത്വങ്ങൾ തനക്കന്യം, താൻ അതുവേ എൻ്റെ തള്ളുങ്കാൽ. ഇതൊക്കെയാണ് വേദം അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. ജ്ഞാനമായി തള്ളും അവനായി ഇരിക്കത്തന്നാൽ താനെൻ്റെ അറിந்து കൊള്ളു, അതുവേ ശാന്തം, അതുവേ ശിവം, അതുവേ ആനന്ദം. അതാണ് സച്ചിദാനന്ദ ബ്രഹ്മം. ഇപ്പൊ ഈ രൂപത്തിൽ പല രൂപത്തിൽ നമുക്ക് പറഞ്ഞു തന്നു. ഇനി നമുക്ക് വേണ്ട എന്താണ്? ഏകാന്തത്തിൽ ഇരുന്ന് ഇതിനെ നല്ലപോലെ വിചാരം ചെയ്ത് ഉറപ്പിച്ച് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് പിരിയും. ഇതിപ്പോ എല്ലാം കൂടെ ഒന്നായിട്ട് നിൽക്കുക. പാലിൽ നിന്ന് വെള്ളത്തിനെ പിരിക്കണമെങ്കിൽ അവർ പറയുന്നത് ഹംസപക്ഷികൾക്കാണ് സാധിക്കുന്നതെന്നാണ്. കുറച്ച് പാല് എടുത്തു വെച്ചു കൊടുത്താൽ ഹംസപക്ഷികൾ വന്ന് പാല് മാത്രം കുടിച്ചിട്ട് പോകും, വെള്ളം ഉപേക്ഷിച്ചിട്ട് പോകും. ഇതുപോലെ ഇത് രണ്ടും കൂടെ ചേർന്നിരിക്കുന്ന ഒരു സമുദായ അവസ്ഥയിൽ നിന്ന് ആ പാലിനെ പിരിച്ചറിയുന്ന ഒരു സംസ്കാരമാണ് നമ്മൾ പറഞ്ഞു തന്നത്. സ്വാമിനെ പറഞ്ഞത് അത് ഹംസപക്ഷികൾക്ക് സാധിക്കും, ഇതുപോലെ ഹംസ സന്യാസിമാർക്ക് ഇതും സാധിക്കും. പരമഹംസന്മാരാണ് ഇതിനെ അടഞ്ഞിരിക്കുന്നത്. അതെന്ന് വെച്ചാൽ അത് സദാ ഇത് തന്നെയാണ് അവരുടെ വിചാരം. അവർക്ക് വേറെ ഒരു കാര്യമില്ല. കാരണം മറ്റതെല്ലാം അവർക്ക് മനസ്സിലായി, ഇതെല്ലാം കേവലം വ്യാവഹാരിക ദശയിൽ തോന്നുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഇത് പരമാർത്ഥത്തിൽ ഇതില്ല. പാരമാർത്ഥികമായിട്ട് നോക്കുമ്പോൾ ഇതെല്ലാം അർത്ഥശൂന്യമായിട്ടുള്ള കാര്യങ്ങളാണ്, സ്വപ്ന സന്നിഭമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കിയിട്ട് ഇതിനോടുള്ള രൂഢമൂലമായിരിക്കുന്ന അഭിമാനത്തെ വിട്ടുകളഞ്ഞവരാണ്. അഭിമാനമൊക്കെ ആകും, പക്ഷെ രൂഢമൂലമായ അഭിമാനത്തെ വിട്ടുകളഞ്ഞു. പിന്നെ വേണം ശരീരത്തെ, ഈ പ്രാരബ്ധ വശാൽ ഏർപ്പെട്ട ശരീരത്തിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കി അതിനു വേണ്ടി മാത്രമായിട്ട് അവർ ഇതിനെ വിനിയോഗിച്ച് ജീവിതം നയിക്കും. അപ്പൊ അതിനോട് വരുന്ന കാര്യങ്ങളിൽ രാഗദ്വേഷ മതമത്സരങ്ങളൊന്നും പൊട്ടിപ്പുറപ്പെടാതെ സുഖമായിട്ട് ജീവിച്ചവര് അതിന്റെ പ്രാരബ്ധത്തെ ഈശ്വരാർപ്പണ ബുദ്ധിയിൽ അനുഭവിച്ച് തീർച്ചയായും അതോടുകൂടി തന്നെ ജ്ഞാനമുണ്ടാവും. നമുക്കിപ്പോൾ തടസ്സം എന്താണ് സുരേഷ്? ഈ പ്രാരബ്ധമാണ്. പ്രാരബ്ധത്തെ എന്താണ്? വെറും ശരീരമല്ല. ഈ പ്രാരബ്ധം എന്ന് പറഞ്ഞാൽ ഈ ശരീരവും സംബന്ധമായ കർമ്മങ്ങളാണ്. പക്ഷേ ഈ ശരീരം പതിക്കുന്നവരെ ആ പ്രാരബ്ധ കർമ്മം ഇതിൽ തുടരുകയും ചെയ്യും. പ്രാരബ്ധത്തെ പിന്നെ പറഞ്ഞിരിക്കുന്നത് എയ്ത് അമ്പെന്നാണ്. ഈശ്വരൻ എയ്ത് അമ്പെന്നാണ്. എയ്ത് അമ്പെന്ന് വെച്ചാൽ
ആ അമ്പില് ആ ശക്തി തൊടുത്ത് വിട്ട് കഴിഞ്ഞു. ഇനി അത് പതിക്കുന്ന സ്ഥലം വരെ അത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഇതിനിടയിലൂടെ ജ്ഞാനം ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. വിവേകികൾ അതിനാണ് പരിശ്രമിക്കേണ്ടത്. മറ്റേ പോയിക്കൊണ്ടിരിക്കും. പേരിൻപം അഴകുപിഴി വയലുവാ ചാക്കാലെ ഇവ ആറും കരുവിലമയത്തുപടി, ഇതാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ഇതെല്ലാം ആ വരേണ്ട പേര്, അവ എത്ര കാലം വരെ ആ ശരീരം അവിടെ ഇരിക്കും, അതിൻ്റെ ആരോഗ്യങ്ങൾ, അതിന് വന്നു ചേരേണ്ട പിന്നെ ഐശ്വര്യങ്ങൾ, ഇതെല്ലാം ഓൾറെഡി ഈശ്വരൻ ഇതിൽ വെച്ചാണ് തൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പറയുന്നു പ്രാരബ്ധത്തിനെ നമ്മൾ നോക്കേണ്ടതും ഈശ്വരൻ ആ യോഗക്ഷേമം വഹിക്കുന്നു എന്നൊക്കെ പറയുന്നതും ഈ കാരണം കൊണ്ടാണ്. യോഗക്ഷേമം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരത്തിനൊക്കെ ആവശ്യമുള്ള വേറെ ഇതൊക്കെ വാസ്തവത്തിൽ ആരാണ് നിർവഹിക്കുന്നത്? ഈശ്വരൻ തന്നെയാണ്. പക്ഷെ നമ്മൾ വിചാരിക്കും നമ്മൾ ജോലി ചെയ്ത് നമ്മൾ ജീവിക്കുന്നതായിട്ടൊക്കെ നമ്മൾ അങ്ങനെയല്ലെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ തടി ഇത്ര കാലം വരെ ഇരിക്കണമെന്ന് നിശ്ചയിച്ചിരിക്കുന്നത് ഈശ്വരനാണ്, നമ്മളല്ല. ഒരാൾക്ക് വേണ്ടി നേരത്തെ മരിച്ചില്ലാതിച്ചാൽ നടക്കില്ല. അതുപോലെ തന്നെ കുറെ കാലം കൂടി ഇരിക്കാന്ന് വെച്ചാൽ നടക്കും. ആ പ്രാരബ്ധം തീരുമ്പോൾ ഇത് പതിക്കും. അത് ഈശ്വരൻ ചെയ്തിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതിനെ സംബന്ധിച്ച് നിങ്ങൾ ഒരു പൊടി പോലും വിഷമിക്കേണ്ട, ഇത് ഞാൻ നോക്കിക്കോളാം. പിന്നെ നിങ്ങൾ ചെയ്യാനുള്ള എന്താണ്? ആ സൂക്ഷ്മ ശരീരം, അതാണ് മനസ്സ്, അന്ധക്കരണം, മനസ്സ്, ബുദ്ധി, ചിത്ത, അഹങ്കാരം. ഈ മനസ്സാണ് അശുദ്ധമായി നിൽക്കുന്നതില്ല. ഇതിനെ ഒന്ന് ശുദ്ധമാക്കണം. ഇതില് ഈ പറഞ്ഞ 13 ചിത്തവൃത്തികളാണ് ഇതിൽ മാലിന്യം. മാലിന്യം നീക്കിയിട്ട് നമ്മ വരുത്തുവാൻ നിത്യം ഗുരുപാദം കുമ്പിടും. ഇതാണ് നമ്മള്, ഈ മാലിന്യമാണ് നമുക്ക് ദോഷം, മറ്റതല്ല. ശരീരവും ഈ ലോകം കാര്യങ്ങളും എല്ലാം ഈശ്വരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ? ഈശ്വരന്റെ സൃഷ്ടിയാണ്. ഇത് ഈ ബ്രഹ്മാണ്ടം, അതാണ് പുറത്തുള്ള വികാരങ്ങൾ. പക്ഷെ അകത്തുള്ള വികാരമാണ് കൂടുതലും അത് സംബന്ധിക്കുന്ന ഈ അന്ധക്കരണവും അതിൻ്റെ വൃത്തികളും, ഇതെല്ലാം അകത്തുള്ള വികാരങ്ങളാണ്. അഹങ്കാരം, ഞാൻ എന്നുള്ള ഭാവം, ഇതെല്ലാമാണ് വാസ്തവത്തിൽ നമ്മളെ കെടുത്തിരിക്കുന്നത്. ഇതിനെ മനസ്സിലാക്കിക്കൊണ്ടാണ് മഹത്തുക്കൾ പറഞ്ഞത്, ഈ പറയുന്ന ഈശ്വര സൃഷ്ടമായ ഈ ബ്രഹ്മാണ്ടം നമുക്ക് ഒരു ഉപദ്രവം ചെയ്യുന്നില്ല, ഇത് നമുക്ക് മുക്തിക്ക് അനുകൂലമെന്ന് പറഞ്ഞു. അതേസമയം ജീവസൃഷ്ടമായിരിക്കുന്ന പിന്നെ ഒരു ഇതുണ്ട്, ലോകമുണ്ട്, അത് നമ്മുടെ ഉള്ളിലിരിക്കുകയാണ്. അത് നമുക്ക് ദോഷം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈശ്വര സൃഷ്ടി ഒന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ഈ ജീവസൃഷ്ടികളെ നമുക്ക് ഇല്ലാതാക്കിയേ പറ്റും. അതിൽ ആ സൃഷ്ടി എന്ന് പറഞ്ഞ ഇതാണ്: അഹന്തയാം, അഭിമാനങ്ങൾ, കോപങ്ങൾ, ആശയങ്ങൾ, ഇതെല്ലാം ഇകഴ്ന്ന ജീവനാർ ചേലൻറ്റും കാൺ ഈശ്വനാർ ചേൽ അൻ്റെ. ഇത് ഈശ്വരന്റെ ചേലല്ല, ഇത് ജീവനാർ ചേലാണെന്ന് നീ മനസ്സിലാക്കിക്കൊള്ളുന്നു. ഇവിടെയാണ് ഈശ്വര സൃഷ്ടിയും ജീവസൃഷ്ടിയും വേർതിരിച്ചിട്ട് വേദം തന്നെ നമുക്ക് പറഞ്ഞു, ഈ ജീവസൃഷ്ടിയാണ് നമ്മൾ ഇല്ലാതാക്കേണ്ടത്. ഇതാണ് നമുക്ക് മുക്തിക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത്. മറ്റൊന്നും ആരും ചെയ്യുന്നില്ല. ഇതാ. അപ്പം ഈ ആവരണ ശക്തിയെ 2 രൂപത്തിൽ പറഞ്ഞത് മനസ്സിലായാലും കഴിഞ്ഞ ക്ലാസ്സിൽ. അതായത് നാസ്തി നഭാതി. നാസ്തി എന്ന് വെച്ചാൽ അങ്ങനെ ഒന്നും ഇല്ലെന്ന് പറയുന്നത് തന്നെ. ഒരു പറയുന്നു ഇതിനെല്ലാം ആധാരമായിട്ട്, ഇതിനെല്ലാം അധിഷ്ഠാനമായിട്ട് ഒരു ചൈതന്യം ഇതിൽ പ്രവർത്തിക്കുന്നു, നമ്മളതിനെ ഈശ്വരൻ എന്നൊക്കെ പറയുന്നു എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, അങ്ങനെ ഒന്നില്ല എന്ന് പറയുന്നതാണ് നാസ്തി. നഭാതി എന്ന് പറഞ്ഞാൽ അവർ പറയുന്നു അങ്ങനെ ഉണ്ടായിരിക്കാം, പക്ഷേ എനിക്ക് അനുഭവത്തിലില്ല, എൻ്റെ അനുഭവത്തിൽ അങ്ങനെയൊന്നുമില്ല, എനിക്കത് തോന്നുന്നില്ല. ഈ 2 രൂപത്തിലും ഈ ആവരണ ശക്തി ഈ തൻ്റെ സ്വരൂപത്തെ മറിച്ച് ഓരോരുത്തരുടെയും ആ അന്ധകരണത്തിൽ ജ്ഞാനദൃഷ്ടിയെ കുരുടാക്കി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ ജ്ഞാനദൃഷ്ടിയെ വാസ്തവത്തിൽ ഗുരുക്കന്മാർ അതിനെ റിപ്പയർ ചെയ്യുകയാണ്, ശരിക്കും അതിന് ശരിയാക്കി എടുക്കുകയാണ്. അതിൻ്റെ കഥയൊക്കെ നമുക്കറിയാം. കാരണം ഈ പറഞ്ഞില്ലേ, നമ്മുടെ ബുദ്ധിക്ക് 2 ഫംഗ്ഷനാണുള്ളത്. അതിൽ ഒരു ഫംഗ്ഷൻ എന്ന് വെച്ചാൽ അറിയുക എന്നുള്ള ഫംഗ്ഷൻ ബുദ്ധിയുടെ, അതുപോലെ തന്നെ വിചാരിക്കുക എന്നുള്ള ഫംഗ്ഷൻ ബുദ്ധിക്കുണ്ട്. പക്ഷെ അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്നാണ്.
ഓർമ്മിച്ചോണം, ഈ വിചാരത്തെ പുനഃപ്രതിഷ്ഠിക്കുന്നതാണ് സത്യത്തിൽ വേദം ചെയ്തിരിക്കുന്നത്. ത്രിപുര രഹസ്യത്തിൽ ഇതിനെപ്പറ്റി പറയുന്ന സന്ദർഭത്തിൽ പറയുന്നു, ശിഷ്യന്റെ ഹൃദയത്തിൽ സത്തർക്കം ഉദിപ്പിക്കലത്രേ ശ്രുതിയുടെ താല്പര്യം എന്ന് പറയും. സത്തർക്കം എന്നാണ് വിചാരം. ശിഷ്യന്റെ ഹൃദയത്തിൽ സത്തർക്കം ഉദിപ്പിക്കാനാണ് പോലും ശ്രുതി ശ്രമിക്കുന്നത്. ശിഷ്യന് ആത്മസാക്ഷാത്കാരം വരാനോ ശിഷ്യന് ഈ പറഞ്ഞ ജന്മമരണ സംസാര ദുഃഖം മാറാനോ അങ്ങനെയല്ല പറഞ്ഞേക്കുന്നത്. ഈ സത്തർക്കം ഉദിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് തൻ്റെ സ്വരൂപം ഇയാൾക്ക് തരതലാമലകം പോലെ പ്രകടമാവാൻ ആരംഭിക്കും. അതുകൊണ്ടാണ് ഈ വിചാര നയനം, അതാണ് ജ്ഞാനദൃഷ്ടി. ഈ ജ്ഞാനദൃഷ്ടിയെ കുരുടാക്കി വെച്ചിരിക്കുന്ന ഒരു പ്രകൃതമാണ് നമുക്ക് ഈ ആവരണ ശക്തി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ കൊഴുത്ത ആവരണം എന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത്. കൊഴുത്ത ആവരണം, ഭയങ്കര തടിച്ച ആവരണമാണിത്. കൊഴുത്ത ആവരണം താനെ മുക്തി കൊടുക്കാമൽ കെടുത്ത കേട് എന്നൊക്കെ ശാസ്ത്രങ്ങളിൽ ചില ഭാഗങ്ങളിൽ കാണാം. പിന്നെ അടുത്ത 51-ാമത്തെ പദ്യത്തിൽ പറയുന്നു, ആധാരം മറൈന്തു പോനാൽ ആരോപം എங்கே തോന്നും, ആധാരം മറയാതാകിൽ ആരോപം ഇലയേ എന്താൽ, ആധാരം സമം വിശേഷം എന്ന ഇരണ്ട് കൂറ, ആധാരം സമമാമെങ്കും ആരോപം വിശേഷമാമേ. ആധാരം മറൈന്തു പോനാൽ എന്ന് പറഞ്ഞാൽ ഗാഠാന്ധകാരത്തിൽ രജ്ജു പോലെ ആധാരമായ ബ്രഹ്മം തോന്നാതെ മറഞ്ഞു പോയാൽ ആരോപം എங்கே തോന്നും, പ്രാതിഭാസിക സർപ്പം പോലെ ആരോപമായ ജഗത്ത് ഒരിടത്തും ഉണ്ടാകുകയില്ല. ആധാരം മറയാതാകിൽ, മധ്യാഹ്ന വെയിലത്ത് രജ്ജു പോലെ ആധാരമായ ബ്രഹ്മം മറയപ്പെടാതെ വിളങ്ങുമെങ്കിൽ ആരോപം ഇലയേ എന്താൽ, പ്രാതിഭാസിക സർപ്പം പോലെ ആരോപമായ ജഗത്ത് ഉണ്ടാകാനും ന്യായമില്ല എന്ന് ശങ്കിക്കുകയാണെങ്കിൽ അവർ പറയണ, ആധാരം സമം വിശേഷം എന്ന ഇരണ്ടു കൂറാം. ആധാരം എന്നത് സാമാന്യമെന്നും വിശേഷമെന്നും രണ്ട് പ്രകാരമുള്ളതാകും. അവയുടെ ലക്ഷണം എന്തെന്നാൽ, എങ്കും ആധാരം സമമാം, അധിക ദേശം അധിക കാലത്തിലുള്ള ആധാരം സാമാന്യ ആധാരമാകുന്നു. ആരോപം വിശേഷമാം, ന്യൂനകാലം ന്യൂനദേശത്തിലുള്ളവ ആകുന്നു. ന്യൂനകാലം ന്യൂനദേശത്തിലുള്ളതെന്ന് പറയുന്നത് ആരോപമെന്നും എങ്കുമെന്നതിനാൽ കാലവും ചേർക്കപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. കയറില്ലെങ്കിൽ പാമ്പ് തോന്നൂല. അതുപോലെ പ്രാതിഭാസിക സർപ്പം പോലെ ആരോപമായ ജഗത്ത് ഒരിടത്തും ഉണ്ടാകാൻ വഴിയില്ല. എന്നാൽ ആധാരമായ ബ്രഹ്മം മറയാതെ വിളങ്ങുമെങ്കിൽ ആരോപം ഇലയേ എന്താൽ, പ്രാതിഭാസിക സർപ്പം പോലെ ആരോപമായ ജഗത്ത് ഉണ്ടാകാനും ന്യായമില്ല. ഇത് വിളങ്ങുന്നു എന്ന് പറയുകയാണെങ്കിൽ പ്രാതിഭാസികമായ സർപ്പം കയറല്ലേ കാണാൻ പറ്റുള്ളൂ, അതിൽ പാമ്പിന് തോന്നില്ലല്ലോ. അത് നല്ലതുപോലെ വിളങ്ങുകയാണെങ്കിൽ മധ്യാഹ്നത്തിൽ ആ കയറിൽ പാമ്പ് തോന്നും. ഇതുപോലെ അപ്പൊ അവർ പറയുന്നു, ഗാഠാന്ധകാരത്തിൽ രജ്ജുപോലെ ആധാരമായ ബ്രഹ്മം തോന്നാതെ പറഞ്ഞു പോയാൽ ആരോപം എங்கே തോന്നും. അപ്പൊ ആരോപം തോന്നിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് പറയാം ഇതിന് ആധാരമായി ഒന്നുണ്ട്. ഇവർ പറയുന്നു ബ്രഹ്മമാണ് ഇതിന് ആധാരം. എന്തും തോന്നണമെങ്കിലും അതിനൊരു ആധാരം ഉണ്ടായിരിക്കണം. ആ ആധാരം നമുക്കിപ്പം അറിയപ്പെടാതിരിക്കുക. അപ്പം തോന്നിയിരിക്കുന്ന കാര്യങ്ങളെ വെച്ചുകൊണ്ട് നമുക്ക് ഊഹിക്കാം ഈ ഒരാധാരത്തിലാണ് ഈ ആരോപം തോന്നിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ആധാരം ഏതാണെന്ന് നമ്മൾ നോക്കും. അതുപോലെ മധ്യാഹ്ന വെയിലിൽ രജ്ജു പോലെ ആധാരമായ ബ്രഹ്മം മറയപ്പെടാതെ വിളങ്ങുമെങ്കിൽ ആരോപം ഇലയേ ഇല്ല. അങ്ങനെ ഒരു ആരോപം ഇല്ലേ ഇല്ല എന്ന് പറയാം. എന്താ, പ്രാതിഭാസിക സർപ്പം പോലെ ആരോപമായ ജഗത്ത് ഉണ്ടാകാൻ ന്യായവുമില്ല. അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു വിരുദ്ധത ഉണ്ടല്ലോ, അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് പറയാണ്. എന്ന് ശങ്കിക്കുകയാണെങ്കിൽ പറയാണ്, ആധാരം സമം വിശേഷം എന്ന രണ്ട് കൂറാം. ആധാരത്തിന് തന്നെ സമമെന്നും വിശേഷമെന്നും രണ്ട് കൂറുണ്ടെന്ന് ഈ ആധാരത്തിന്.
അതിൽ പറയുന്നു, എങ്കും ആധാരം സമമാ, അധിക ദേശത്തിൽ അധിക കാലത്തിലുള്ള ആധാരം സാമാന്യ ആധാരമാകുന്നു, ആ രോഗം വിശേഷമാണ്. ന്യൂനകാലം ന്യൂനദേശത്തിലുള്ളവയാകുന്നു വിശേഷം എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുന്നത് ഇതാണ്. ഇപ്പൊ നമുക്ക് സാമാന്യമായി സൂര്യപ്രകാശം ഈ മുറിയിൽ വന്നിട്ടില്ലേ? ഉണ്ട്. പക്ഷെ ഒരു കണ്ണാടിയിൽ കൂടെ പ്രതിഫലിപ്പിച്ച ഒരു പ്രകാശത്തിന് ഇങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ കണ്ടില്ല, അത് സാമാന്യമായ പ്രകാശത്തിന്റെ ഇടയിൽ ഒരു വിശേഷമായ പ്രകാശം. വാസ്തവത്തിലെല്ലാം സൂര്യൻ തന്നെ അല്ലേ? ഇതുപോലെ സാമാന്യമായ ആ ഒരു ആധാരം ആർക്കും അറിഞ്ഞിട്ടില്ല. അത് സാമാന്യമായിട്ടിരിക്കുകയാണ്. പക്ഷെ വിശേഷമായിട്ടുള്ള ആ ആധാരമാണ് ഇവിടെ ഇല്ലാതെ പോയത്. ഇവിടെ പറയുന്നു, അധിക കാലത്തിലുള്ള ആധാരം സാമാന്യ ആധാരമാണ്. അധിക കാലം അധിക ദേശം എന്ന് പറയുന്നത് ഇത്. ഇതിനെപ്പോ സൂര്യനെ പറ്റി പറയുമ്പോൾ ഇങ്ങനെയാണ്: സർവത്ര പരിപൂർണമായി സൂര്യൻ പ്രകാശം വ്യാപിച്ചിരിക്കുന്നു. എങ്കിലും ഒരു കണ്ണാടി മൂലമായിട്ട് ഒരു പ്രതിഫലന പ്രകാശത്തിനെ അകത്തോട്ട് കയറ്റുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് പറയാം അത് വിശേഷമാണ്, അതൊരു വിശേഷമായിട്ടുള്ള ആധാരമാണത്. ഇത് സാമാന്യമെന്നോ വിശേഷമെന്നോ രണ്ട് കൂറാമെന്ന് പറഞ്ഞു നിർത്തുകയാണ് ഈ പദ്യത്തിൽ. ഇനി അടുത്ത ഇതിനെ സംബന്ധിച്ചുള്ള കാര്യം വരുന്നുണ്ട്. ന്യൂനകാലം ന്യൂനദേശത്തിലുള്ളവയാകുന്നു. ഏത്? ഈ വിശേഷം എന്ന് പറയുന്നത്. സമമായിരിക്കുന്ന ആധാരം അധിക ദേശത്തിലും അധിക കാലത്തിലും നിലനിൽക്കുന്നതാണ്. അതാണ് സാമാന്യ ആധാരം. ഇത് രണ്ടും പറഞ്ഞതിന്റെ കാരണം ഈ സാമാന്യ ആധാരം ആർക്കും അറിഞ്ഞിട്ടില്ല, അജ്ഞാനിക്കും അറിഞ്ഞിട്ടില്ല. അവർക്ക് സാമാന്യമായിട്ട് ഞാനെന്ന് തോന്നുന്നു, പക്ഷെ വിശേഷമായിട്ട് ആ ബ്രഹ്മമാണ് ഞാനെന്ന് തോന്നുന്നത്. ഇത്രേ ഉള്ളൂ. ഞാനെന്ന് തോന്നാത്ത ആരെങ്കിലും ഉണ്ട്, പക്ഷെ ഞാൻ ആരെന്ന് തേടി കണ്ടുപിടിക്കണമെന്ന് ആർക്കും തോന്നുന്നില്ല. ഞാനെന്ന് തോന്നിട്ടേ ബാക്കിയെല്ലാം തോന്നുള്ളൂ. എന്ത് തോന്നണമെങ്കിലും ഞാനെന്ന് തോന്നണം. ഇത് സാമാന്യ ആധാരമാണ്, എല്ലാവർക്കും ഇത് വിളക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ വിശേഷമായിട്ട് അതിനെ അറിയാൻ പറ്റുന്നില്ല. വിശേഷമായിട്ട് അറിയണമെങ്കിൽ അതിനെ പരിശോധിക്കണം. ഇതിനായിട്ട് വിശേഷമായിട്ട് അത് അറിയണം. അപ്പം സാമാന്യമായിട്ടുള്ള ഈ ജ്ഞാനം, ഈ ജ്ഞാനത്തെ തന്നെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ഈ ജ്ഞാനം അജ്ഞാനത്തിന് വിരോധിയല്ല എന്നൊക്കെ പിന്നെ പറയും. സാമാന്യമായിട്ടുള്ള ഈ ജ്ഞാനം എന്നറിയുന്ന ആ ജ്ഞാനം അജ്ഞാനത്തിന് വിരോധിയല്ല. അതായത് സാമാന്യമായിട്ടുള്ള ഒരു പ്രകാശം കൂരയിൽ പതിക്കുന്നുണ്ടല്ലോ, ഓലമേഞ്ഞ കൂരയിൽ പതിക്കുന്നുണ്ട്. പക്ഷേ ലെൻസ് വഴിയായിട്ട് ഒരു പ്രകാശം കൂരയിൽ പതിച്ചാൽ ആ കൂര കത്തിപ്പോകും, ഇല്ലേ? അത് പറയുന്നത് ഇതാണ്. ചില സ്ഥലങ്ങളിൽ ചില മഴ പെയ്ത് ഇങ്ങനെ വെള്ളം ഇതിൻ്റെ ഈ ഇലകളുടെ ഇടയിൽ നിൽക്കും. അതൊരു ലെൻസ് പോലെ ഫോമാവും, കത്തിപ്പോകുന്ന രീതി പറയുന്നത്. അതിൽ കൂടെ സൂര്യപ്രകാശം അടിച്ച് ആ സൂര്യപ്രകാശം കൂരയിൽ പതിക്കുകയാണെങ്കിൽ കുറച്ച് സമയം കൊണ്ട് കൂര കത്തിപ്പോകും. അപ്പൊ വിശേഷമായ ആ സൂര്യപ്രകാശത്തിന് ആ കൂര എരിച്ചു കളയാനുള്ള ശക്തിയുണ്ട്. ഇപ്പൊ കൂര അജ്ഞാനമാണ്. ഈ അജ്ഞാനത്തിന് നശിപ്പിക്കാനുള്ള ശക്തി സാമാന്യമായിരിക്കുന്ന ഈ സൂര്യപ്രകാശത്തിന് അല്ലെങ്കിൽ ഈ ജ്ഞാനത്തിനില്ല. അതുകൊണ്ടാണ് എല്ലാവരും ജ്ഞാനികളാണ്. പക്ഷെ എങ്ങനെയുള്ള ജ്ഞാനികളാണ്? സാമാന്യമായിട്ടുള്ള ജ്ഞാനികളാണ്. ഈ സാമാന്യമായിട്ട് അറിയുന്ന ഇവരെയാണ് അജ്ഞാനികൾ എന്ന് പറയുന്നത്. സാമാന്യമായി ജ്ഞാനമുള്ളവരെയാണ് അജ്ഞാനികൾ എന്ന് പറയുന്നത്. വിശേഷമായിട്ട് ഉള്ള ജ്ഞാനമാണ് ഈ അജ്ഞാനത്തിനെ ഇരിച്ചു കളയുന്ന അവരാണ് ജ്ഞാനികൾ, ആത്മജ്ഞാനികളായിട്ട് അവർ മാറും. അല്ലാതെ നമ്മൾ വിചാരിക്കും പോലെ മറ്റുള്ളവരൊന്നും അജ്ഞാനികളെന്ന് തീർത്ത് പറയാൻ പറ്റില്ല. അവർക്കും ഈ പറയുന്ന ജ്ഞാനം തന്നെയാണ് അവരിൽ സ്ഫുരിക്കുന്നത്. അതാണ് ഞാനൊന്ന് പ്രകാശിക്കുന്നത്. അതാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആധാരമായിട്ട് ഇരിക്കുന്നത്. മഹാത്മാക്കൾക്ക് ഞാൻ ആരാണെന്ന് നോക്കാൻ പറയാൻ തന്നെ സാധിച്ചത്. അല്ലെങ്കിൽ ഞാനെന്നുള്ളത് അറിയാതെ ഇരിക്കുന്നവരോട് എങ്ങനെയാണ് ഞാൻ ആരാണെന്ന് നോക്കാൻ പറയുന്നത്? അപ്പൊ എല്ലാവർക്കും ഈ ഞാനെന്നുള്ള ബോധമുണ്ട്.
പക്ഷെ ഞാൻ ആരാണെന്ന് നോക്കാതെ പെട്ടെന്ന് തന്നെ അതിൽ ദേഹാദികൾ വന്ന് കലർന്ന് ഞാൻ ഈ പറയുന്ന ചന്ദ്രനെന്നോ അജയനെന്നോ വിക്രമനെന്നോ ഒക്കെ ആയി. പിന്നെ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. പിന്നെന്താണ്, ഞാൻ ഇന്നടുത്ത് ഇന്ന ആളുടെ മകൻ, ഞാൻ ഇന്ന ജാതിയിൽ ജനിച്ച ആള്, ഞാൻ ഇത്ര 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 കാര്യങ്ങൾ പഠിച്ച ഇത്ര ഡിഗ്രിയൊക്കെ ഉള്ള ആള്, ഞാൻ ഉദ്യോഗസ്ഥൻ, ഞാൻ പറയുന്ന വായിക്കുമ്പോൾ കേട്ടിട്ടില്ലേ, ഞാൻ 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 ബ്രഹ്മചാരി, ഞാൻ ഗൃഹസ്ഥൻ, ഞാൻ വാനപ്രസ്ഥൻ, ഇതെല്ലാം ഞാൻ എന്ന് പറയുന്നത് അതിൽ ജ്ഞാനമാണ്. ആ ജ്ഞാനത്തെ തുടർന്ന് വാലായിട്ട് നിൽക്കുന്നതാണ് മറ്റേ ജ്ഞാനം. ജ്ഞാനം എല്ലാവർക്കും ഉണ്ട്, അല്ലെങ്കിൽ ജ്ഞാനൊന്നും ഉച്ചരിക്കില്ല. ഞാൻ തന്നെയാണ് ജ്ഞാനം, പക്ഷെ സാമാന്യമാണ്. ഈ സാമാന്യ ജ്ഞാനം അജ്ഞാനത്തിന് ശത്രുവല്ല. പിന്നെ അവർ പറയുന്നു അജ്ഞാനത്തിനെ ഇത് വളർത്തുന്നു. ഇങ്ങനെ വളർത്തും, വളരെ തഴപ്പിച്ച് വളർത്തുന്ന ഒരു സംഭവം തന്നെയാണ് ഈ സാമാന്യ ജ്ഞാനം. അതുകൊണ്ടാണ് ഈ അജ്ഞാനം വളരാൻ തന്നെ കാരണം. എന്തുപറ്റി? സാമാന്യമായിട്ട് അറിഞ്ഞപ്പോൾ എന്തുപറ്റി? അതില് ശരിയായി അറിയാൻ സാധിച്ചില്ല. അപ്പോൾ അതിൽ തോന്നിയ ഈ ദേഹാദികളെ ഞാനെന്നുള്ള വിചാരത്തില് അതില് അഹങ്കാരമായിട്ട് ഈ ഞാനിനെ കൊണ്ടുവന്നിട്ട് ഞാൻ ഉദ്യോഗസ്ഥൻ, ഞാൻ പിന്നെ സമ്പന്നൻ, അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചേർത്ത് എന്താവും? സാമാന്യം ഞാൻ അജ്ഞാനത്തിൽ വളർത്തും. ഇതാണ് ഈ സാമാന്യമെന്നും വിശേഷമെന്നും രണ്ട് രൂപത്തിലാണ് ഈ ജ്ഞാനം ഇതിൽ വർക്ക് ചെയ്യുന്നത്. ഇവിടെ ജ്ഞാനം എന്നല്ല പറഞ്ഞത്, ഇവിടെ പറഞ്ഞത് ഈ ആധാരം രണ്ട് രൂപത്തിലാണ്. എങ്ങനെയൊക്കെയാണ്? ഒന്ന് സാമാന്യ ആധാരം, അത് സർവത്ര പരിപൂർണമായിട്ട് വ്യാപകമായി എല്ലാ ദേശത്തിലും വ്യാപിച്ച് ഇരിക്കുന്നതാണ് സാമാന്യ ആധാരം. വിശേഷ ആധാരം അവർ പറയുന്നു അത് ന്യൂനദേശത്ത് ന്യൂനകാലത്തിലേ ഉള്ളൂ. ഈ ആധാരം തന്നെയാണ് ഇവിടെ ഞാനെന്നുള്ളതാണ് ഇതിന്റെ അടിത്തറ, അല്ലേ? ഞാനെന്ന് തോന്നിയിട്ടല്ലേ മറ്റെന്തെങ്കിലും തോന്നാൻ വഴിയുള്ളൂ. രമണ ഭഗവാന്റെ ഇതിൽ പറയുന്നത് ഞാനെന്ത് എഴുന്ന പിന്നെ എല്ലാം വീഴും. ഇതിന്റെ സ്വാമി പറയുന്നു ഇത് ഞാൻ യാർ എന്ന് തേടാം. ഏകാന്തത്തിലിരുന്ന് ഈ പറയുന്ന തത്വവിചാരം, ഈ ആത്മവിചാരം ചെയ്യുന്നു. ഇത് ചെയ്തു വരുന്നവർക്ക് സംബന്ധിച്ച് എപ്പോഴും ഈ വൃത്തിയായിരിക്കണം. ഈ സജാതി വൃത്തിയുടെ പ്രവാഹത്തിൽ തന്നെ എപ്പോഴും ഇരിക്കാൻ ശ്രമിക്കണം. മറ്റതെല്ലാം ബാലിശ്യങ്ങളാണെന്ന് നമ്മൾ വേദം പറഞ്ഞും അല്ലാതെ തന്നെ നമുക്ക് ബോധ്യപ്പെട്ടതാണ്. നമുക്ക് ഇതിലൊന്നും ഒരു കഥയില്ല. ഇതെല്ലാം വിഷയസുഖങ്ങളാണ്. മറ്റതിൽ എന്തിനെ പറഞ്ഞ് ആനന്ദിക്കുന്നതോ വിഷയസുഖങ്ങളാണ്. അതിലൊന്നും നിലനിൽപ്പില്ല. അത് സത്യവുമല്ല. അത് നമ്മുടെ സമയം വെറുതെ കളയുന്നെന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒരു പ്രയോജനവും അത് ചെയ്യുന്നുണ്ട്. പാവശക്തി കയറ്റുന്നു. വീണ്ടും വീണ്ടും ആ വാസനാഗതമായി അങ്ങനെ ചെയ്യാൻ തോന്നിക്കൊണ്ടിരിക്കും. ഇതങ്ങനെയല്ല. ഈ തത്വവിചാരം നിരന്തരമായിട്ട് ചെയ്യണം. അവർ പറഞ്ഞു ഇതിനാണ് നമുക്ക് ആശ്രമം വേണ്ടത്. അതിന് നല്ല ഉത്തമന്മാരായിരിക്കുന്ന പുണ്യവാന്മാരായിരിക്കുന്ന മഹത്തുക്കൾ അവരുമായിട്ടൊക്കെ ചേർന്ന് എഴുകി ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എപ്പോഴും ജാഗരൂകമായിട്ട് പോയിക്കൊണ്ടിരുന്നാൽ അവർ പറയുന്നത് വളരെ ശീഘ്രമായിട്ട് തന്നെ ഇതിൻ്റെ പ്രാപ്തി പറയുന്നു. തൽചിന്തനം തൽക്കഥനം അന്യോന്യം തൽപ്രഭാഷണം ഏകമേവ വരച്ചാമി ബ്രഹ്മാഭ്യാസം പുനർവിധു. ഇങ്ങനെയാണ് ആ ബ്രഹ്മാഭ്യാസം ഇതിൽ പുരോഗമിച്ചുകൊണ്ടിരുന്നാൽ മതി. ഇപ്പൊ ഇത് തന്നെ ഈ ക്ലാസ്സൊക്കെ പണ്ട് സ്വാമി ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് ഞങ്ങളോട് പറയും ഇതിനെപ്പറ്റിയൊക്കെ നിങ്ങൾ അങ്ങോട്ടും അന്യോന്യം ഇതിനെപ്പറ്റി സംസാരിച്ചോളൂ എന്നാണ്. നമുക്കൊന്നും അത്ര മനസ്സിലായിട്ടുള്ള കാലങ്ങളല്ല അന്നൊക്കെ. എങ്കിലും ഞങ്ങൾ ഒക്കുന്നതൊക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പലതും സംസാരിക്കാറുണ്ടായിരുന്നു. ഇത് നിങ്ങളുടെ ഇടയിൽ വരണം കേട്ടോ. ഞാൻ വന്നാലേ പറ്റും. ഇതിനാണ് നമുക്കിവിടെ പ്രാധാന്യം. ഈ ആധാരം ഇപ്പൊ എന്തെങ്കിലും ഒന്നും ഈ ജഗത്ത് തോന്നിയിരിക്കുന്നത് നമുക്കറിയാം. പക്ഷെ ഇത് എവിടെയാണ് തോന്നിയിരിക്കുന്നത് അത് നമുക്കറിഞ്ഞൂടാ. അത് തോന്നിയിരിക്കുന്നത് തന്റെ സ്വരൂപത്തിലെ ആത്മാവിലാണ് തോന്നിയിരിക്കുന്നത്. എല്ലാം എവിടെ തോന്നിയെന്ന് വെച്ചാൽ എന്നിലാണ് തോന്നിയിരിക്കുന്നത്. എന്നിലെന്ന് പറയുമ്പോൾ ഞാൻ ആരെന്നും നോക്കണം. ഇതിന് ആധാരത്തെ നോക്കാൻ പറയണം. ഇത് ഏതോ തോന്നിയിരിക്കുന്ന ഇടം ഏത്, ഇത് എവിടെയാണ് തോന്നിയിരിക്കുന്നത്, എന്നിലാണ് തോന്നുന്നത്, ഞാനാണ് അറിയുന്നത്. ഞാൻ ആരിത് എന്നിങ്ങനെ സൂക്ഷ്മമായിട്ട് ചിന്തനം ചെയ്ത് ഏകാഗ്രമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ ഇതിനെയാണ് ബ്രഹ്മാഭ്യാസം എന്ന് പറയുന്നത്. ഇത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ സമാധി അനുഭവത്തെ ഉണ്ടാക്കും.
എന്തെങ്കിലും ഒന്ന് കാട്ടിത്തരാനല്ല ഉദ്ദേശം, പക്ഷെ മനസ്സ് സൂക്ഷ്മപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചിന്തനാ രീതിയിൽ പറഞ്ഞു പോവുകയാണ് മഹത്വ. അടുത്ത പദ്യം നമുക്ക് വായിക്കാം. ഇതിന് അത്രയുള്ള മനസ്സിലാക്കാം. 52 ചകമതിൽ ഇത് വെൺചുട്ടാം ചമാനൻ താൻ മറൈந்திடாது മികവിത് കൈറാമെന്നും വിജേടം താൻ മറൈന്നു പോകും. വിശേഷം എന്നാണ് വിജേടം എന്നാണ്. വിജേടം താൻ മറൈന്നു പോകും. അകമനും ചമാനം തന്നെ അജ്ഞാനം മറൈത്തിടാത് പകർ വിജേടമതം ജീവൻ പരമെന്നും അതിനെ മൂടും. സ്വാമി കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം ഇങ്ങനെയാണ്. ജഗമതിൽ എന്ന് വെച്ചാൽ ലോകത്തിൽ, ഇത് എൻ ചുട്ടാം, അന്താന്തകാലത്തിൽ എതിരെ കിടക്കുന്ന രജ്ജുവിൽ ഇത് സർപ്പമെന്ന് പറയുന്നതിൽ ഇത് എന്ന് ചൂണ്ടിക്കാണിക്കുന്നതിനാൽ ചമാനം താൻ മറൈந்திടാതെ, സാമാന്യ രൂപം മറയുകയില്ല. ഇത് കയറാമെന്നും ഇത് രജ്ജുവാകുന്നു എന്ന് കാണപ്പെടുന്നത് വിജേടം താൻ യഥാർത്ഥ രൂപമായ വിശേഷഭാവം തന്നെ, ഭാഗം തന്നെ മിക വിശേഷം മറഞ്ഞു പോകും. അതുപോലെ പകൽ വിജേടമതാം ജീവൻ, കൽപ്പിത വിശേഷമായി ചൊല്ലപ്പെടുന്ന ജീവൻ, അകമെനും ചമാനം തന്നെ ഞാൻ ഉള്ളവനെന്നുള്ള സാമാന്യ രൂപമായ ആധാരത്തെ അജ്ഞാനം മറയ്ത്തിടാതെന്നും ആവരണ ശക്തി മറയ്ക്കയില്ല എന്നും പരമെന്നും അതിനെ മൂടും. ഞാൻ ചേതന ആനന്ദ വ്യാപക നിത്യശുദ്ധ നിത്യമുക്തരൂപ ബ്രഹ്മം എന്ന വിശേഷത്തെ മറച്ചു കളയും എന്നാണ് പറഞ്ഞത്. അതായത് ഞാൻ ഉള്ളവനെന്ന സാമാന്യമായ ആധാരത്തെ അജ്ഞാനം മറയ്ത്തിടാതെ, ആവരണ ശക്തി മറയ്ക്കില്ല. ഞാൻ സാമാന്യമായിട്ട് ഉള്ളവനെന്ന സാമാന്യ ആധാരത്തെ ഈ ആവരണ ശക്തി മറക്കില്ല. ഞാൻ ഉള്ളവനെന്നുള്ള സാമാന്യമായിരിക്കുന്ന ആധാരത്തെ ഈ ആവരണ ശക്തി മറക്കില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. അതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാവരും ജ്ഞാനികൾ തന്നെന്ന് പറയാൻ കാരണം. ജ്ഞാനികളുടെ ദൃഷ്ടിയിൽ എല്ലാവരും ജ്ഞാനികളാണ്. അജ്ഞാനികൾ ആരുമില്ല, സാമാന്യമായിട്ടിരിക്കുന്നു. അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ജനനം എന്ന സംസാര ദുഃഖത്തിൽ നിന്ന് മാറാൻ പറ്റുന്നില്ല. എന്നേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. അവരെ പുനരഭി ജനനം, പുനരഭി മരണം, പുനരഭി ജനനി, ജഡരേ ശനി, ഇത് ഈ ഒരു പ്രക്രിയയ്ക്ക് വിധേയമായിക്കൊണ്ട് പോകും. അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഈ സാമാന്യമായിട്ട് ഈ ജ്ഞാനം എല്ലാവർക്കും സുപരിചിതമായി തന്നെ ഇരിക്കുന്നു. ഇതിനെ മറച്ചിട്ടില്ല. ഇത് തന്നെയാണ് അജ്ഞാനത്തിന് വളവും. പക്ഷെ ഇത് മറച്ചു എന്ന് പറഞ്ഞ ഏതിനെയെന്ന് ഇവിടെ പറയുന്നു. പരമനും അതിനെ മൂടും. ഞാൻ ചേതന ആനന്ദ വ്യാപക നിത്യശുദ്ധ നിത്യമുക്ത രൂപമെന്ന വിശേഷത്തെ ഇത് മറച്ചു കളയും. ആ വിശേഷമായിട്ട് പറയുന്നതിനെ നമ്മളിവിടെ പറയുന്ന സത്യചിത്ത ആനന്ദമാണ് ബ്രഹ്മത്തിൻ്റെ രൂപം. അത് പറയുന്നു ഈ സത്യരൂപത്തെ മറക്കാൻ സാധിച്ചിട്ടില്ല ഒന്നിനും. പിന്നെ മറച്ചിരിക്കുന്ന ഏതാണ്? ചിത്തിനെ ആനന്ദത്തിനെയാണ് മറച്ചിരിക്കുന്നത്. അപ്പൊ ചിത്തും ആനന്ദമാണ് ഇതിൽ വിശേഷ രൂപമായിട്ട് പറയുന്നത്. അതാണ് ഇതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അതായത് ഞാൻ ചേതന ആനന്ദ വ്യാപക നിത്യശുദ്ധ നിത്യമുക്ത രൂപമെന്ന ബ്രഹ്മത്തിന്റെ വിശേഷത്തെ മറച്ചു കളയും. ജ്ഞാനങ്ങളുടെ സാമാന്യത്തിന് മറയ്ക്കുന്നില്ല ഈ ആവരണ ശക്തി. മറയ്ക്കുന്നത് അതിൻ്റെ വിശേഷമായിരിക്കുന്ന നിത്യ ശുദ്ധ ചേതന ആനന്ദ തുടങ്ങിയ അതിൻ്റെ വിശേഷ രൂപങ്ങളെ ഇത് മറച്ചു കളയും. ചിന്മയസ്വാമി ഇതിനെ കയറിനെ കൂട്ടി ഇത് പറഞ്ഞിട്ടുണ്ട്. സാമാന്യമായിട്ട് ആ കയറ് ആണ് പാമ്പായിട്ട് തോന്നിയത്. പക്ഷേ എന്തുകൊണ്ട് തോന്നിയെന്ന് വെച്ചാൽ സാമാന്യമായിട്ട് പിന്നെ അത് ഇത് എന്നൊക്കെയുള്ള രൂപത്തിൽ എന്തോ ഒന്നെന്നുള്ള രൂപത്തിലാണ് പ്രതീതമായത്. പെട്ടെന്ന് അതിൽ പാമ്പെന്നോ പൂമാലയെന്നോ ജലധാരയെന്നൊക്കെ ഒരു അതിലൊരു ആരോപം ഉണ്ടാവുന്നതാണ്. പക്ഷെ സാമാന്യമായിട്ട് അത് ഇങ്ങനെ കിടക്കുന്നു. പക്ഷെ എന്തുകൊണ്ട് അത് തോന്നിയെന്ന് ചോദിച്ചാൽ ഈ കയറിൻ്റെ വിശേഷ ഭാഗങ്ങളെ അറിയാൻ പറ്റാത്തതുകൊണ്ട്. ഈ മന്ദാന്തകാരൻ എന്ത് ചെയ്തു?
ഈ കയറിന്റെ പിരിയും നാരും ചകിരിയും ഒന്നും കാണാതെ മറച്ചുള്ളത്. ഈ വിശേഷ രൂപത്തെ മറച്ചുള്ളത്. അതാണ് അന്ധകാരം ചെയ്തത്. അന്ധാന്ധകാരം എന്താണ് ചെയ്തത്? ഇതിന്റെ കയറിന്റെ വിശേഷ രൂപമാണ് പെനച്ചില്, പിരി, നാര്, ചകിരി. ഇതൊക്കെ അതിന്റെ വിശേഷ രൂപമാണ്. ഈ വിശേഷ രൂപത്തെയാണ് ഈ പറയുന്ന മന്ദാന്ധകാരം മറച്ചത്. അല്ലാതെ സാമാന്യമായിട്ട് ആ കയറിനെ മറച്ചിട്ടില്ല. സാമാന്യമായി അതെന്ന് പറഞ്ഞത് ഈ കയറാണ്. നമ്മൾ ലോകവസ്തുക്കൾ തന്നെ അതൊന്നും ഇതൊന്നും പറഞ്ഞല്ലേ വ്യവഹരിക്കുന്നുള്ളൂ. ഇതെല്ലാം സാമാന്യമായിട്ട് പ്രവേശിച്ചിരിക്കുന്ന ജ്ഞാനമാണ്. സാമാന്യമായിട്ടുള്ള ജ്ഞാനമാണിത്. അപ്പൊ ഇത് ആർക്കും പറഞ്ഞിട്ടില്ല, അജ്ഞാനിക്ക് പറഞ്ഞു. അതുകൊണ്ടാണ് ജ്ഞാനോപദേശം ചെയ്യാൻ തന്നെ പറ്റിയതെന്ന് ഓർമ്മിക്കണം. അതുകൊണ്ടാണ് ജ്ഞാനോപദേശം ചെയ്യാൻ പറ്റിയത്. അവൻ അതറിയാമെന്ന് വെച്ചിട്ടാണ് രമണ ഭഗവാൻ പറഞ്ഞ. അപ്പോൾ ഞാൻ ആരാണെന്ന് നോക്കാൻ പറഞ്ഞ അതിൻ്റെ അർത്ഥം ഞാൻ സുപരിചിതമാണ് എല്ലാവർക്കും എന്നുള്ളതിൻ്റെ ഗണ്യമായ അർത്ഥമാണ് അതിലുള്ളത്, അല്ലേ? അല്ല പറ്റുമോ? ഇനിയിപ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചിട്ടാണോ സ്വാമി പറഞ്ഞത് ഞാനെന്ന് നോക്കാൻ? അല്ല, എല്ലാവർക്കും ഈ ഞാൻ സുപരിചിതമാണ്. പക്ഷെ അതേ ഞാനെന്ന് പറയുമ്പോൾ അതിനകത്ത് എരമ്പിക്കേറി വരുന്ന കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. ഇതാണ് ഇതാണ് അഹങ്കാരം. അതായത് ഞാൻ ഇന്നടുത്ത് ഇന്നയാളുടെ മകൻ. ഇത് ലാസ്റ്റിൽ അവർ പറഞ്ഞു ഞാൻ ബ്രഹ്മചാരി, ഞാൻ ഗൃഹസ്ഥൻ, ഞാൻ വാനപ്രസ്ഥൻ, ഞാൻ ദയാലു, ഞാൻ ശിക്ഷിതൻ, ഞാൻ രാജാവ്, ഞാൻ മന്ത്രി. ഇതെല്ലാം ആ ഞാനെന്നുള്ള സാമാന്യ ജ്ഞാനത്തില് പൊന്തി വന്നിരിക്കുന്ന വാലുകളാണ്. ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്താണ് നമ്മളിപ്പോൾ ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമുക്ക് വന്നിരിക്കുന്ന ദോഷം. അവർ പറയുന്നു ഇതിൽ നിന്ന് ആ സാമാന്യമായിരിക്കുന്ന പറഞ്ഞില്ല എന്താ പറയും, ഇവർ പറയും കേവല ഞാന്. ആ കേവലമായിട്ടിരിക്കുന്ന ഞാന് ഉള്ളതുപോലെ ഒന്ന് അറിയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് ഈ വാലുകളെല്ലാം വിസ്മരിക്കുക. ഈ കഥയില്ലാത്ത ഇതെല്ലാം സ്വപ്ന സന്നിഭമായിട്ട് തന്നെ വിസ്മരിക്കുക. സ്വപ്നത്തിൽ നമ്മൾ കണ്ട കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ഇത്രയും വലിയ പ്രമാദമായിട്ട് അതിനെ പറ്റിയിട്ട് കൊട്ടിഘോഷിക്കുകയല്ലോ ചെയ്യൂ? ഇല്ല, ഇതുപോലെ വിട്ടുകളാണ്. ഇവർ പറഞ്ഞു ഈ ജാഗ്രത സുഷുപ്തി അവസ്ഥ എന്ന് പറയുന്നത് 3 രൂപത്തില് ഉള്ള ജീവന്മാരെ പറഞ്ഞു, അല്ലേ? അതില് ജാഗ്രത ജീവന്റെ പേര് അവർ പറഞ്ഞു വിശ്വൻ, പിന്നെ സ്വപ്ന ജീവന്റെ പേര് പറഞ്ഞു തൈജസ്, സുഷുപ്തി ജീവന്റെ പേര് പറഞ്ഞു പാരമാർത്ഥികൻ. ഈ 3 ജീവന്മാരും ഉപാധിയോട് ചേർന്ന് നിൽക്കുന്നവരാണ്. അതാണ് അഹങ്കാരികളാണ്. 3 അഹങ്കാരികളാണ്. അങ്ങനെ പറഞ്ഞു ഈ 3 ജീവനും ഈ ആത്മാവല്ല, അതിന് വിലക്ഷണമാണെന്ന് പറഞ്ഞു. ഈ ജീവന് വിലക്ഷണമാണ്, അല്ലെങ്കിൽ പറഞ്ഞു ജീവന് സാക്ഷിയാണ് ഈ ആത്മാവ്. ഈ 3 ദശകളിലും ഇരിക്കുന്ന ജീവന്റെ പേരാണ് അഭിമാനി ജീവൻ. ഇതാണ് ഈ അഭിമാനിയുടെ വേറൊരു പേര് തന്നെ അഹങ്കാരി. അഭിമാന അഹങ്കാരാദികളെ ഒരേ അർത്ഥത്തിലാണ് ഉച്ചരിക്കുന്നത് വേദം. അതിൽ അഭിമാനിച്ചു. നമ്മുടെ രാമായണത്തിൽ പറയുന്ന കേട്ടില്ല. ഈ ബാലി എങ്ങനെ കൊല്ലാമെന്നുള്ളതാണ് ചർച്ചാ വിഷയമായി വന്നത്. കാരണം സുഗ്രീവന് ഭയങ്കര വിഷമങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു ഈ ബാലി. അങ്ങനെ സുഗ്രീവനെ ഹനുമസ്വാമി എടുത്തു കൊണ്ടുപോയി ഋഷിമുഖാചലത്തിൽ കൊണ്ടുവച്ചു, അല്ലേ? കഥ അറിഞ്ഞൂടെ? എന്നിട്ട് ഈ ബാലി എങ്ങനെ കൊല്ലാമെന്നുള്ളതിനെ പറ്റി ആണ് പിന്നീടുള്ള ചർച്ച. ബാലിയെ നേരിട്ട് കൊല്ലാൻ സാധിക്കില്ല, അല്ലേ? ബാലിയെ നേരിട്ട് കൊല്ലാൻ പറ്റാത്ത എന്താണ്? അതെ, അതാണ്. അതെന്താണ്? നമ്മുടെ നിഴലാണ്. ബാലി എന്ന് പറഞ്ഞാൽ വേറെ ആരുമില്ല, നമ്മുടെ ഒരു നിഴലാണ്. ഈ നിഴലിനെ കൊല്ലാൻ പറ്റുമോ? പറ്റൂല. നിഴലിനെ നശിപ്പിക്കാൻ പറ്റൂല. അവർ പറയുന്നു, അതിനൊരു സൂത്രം പറഞ്ഞു കൊടുത്തു. വട്ടത്തിൽ നിൽക്കുന്ന സപ്തസാലങ്ങളെ ഒറ്റ ഒളി അമ്പിനാൽ ഏതു മുറിക്കെങ്കിലും ബാലിയെ കൊല്ലും. കാരണം ബാലിയെ കൊല്ലണമെങ്കിൽ വഴി വേറെയാണ്. സപ്തസാലങ്ങളെ ഏത് മുറിക്കണം. രാമായണത്തിൽ വളരെ സർക്കാസ്റ്റിക്കായിട്ട് പറഞ്ഞു വെച്ചു. ഇതിന് തത്വവിചാരം വേദാന്തത്തിൽ പറയുന്നു, ഈ 7 ഉപാധികളെ ഇല്ലാതായിരുന്നു നേരി ചെയ്യണം. അതായത് ദേഹം, ഇന്ദ്രിയം, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, പ്രാണൻ. ഈ 7 ഉപാധികളെ
നേതി ചെയ്താൽ അതിന്റെ അവധിയിൽ ഈ ബാലില്ലാതെ. അതാ ഇതാണ് ഇതിന്റെ വഴി. അപ്പം 7 വർഷങ്ങളെ എങ്ങനെയാണ് ഒറ്റ അമ്പ് കൊണ്ട് എഴുതി മുറിക്കാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അതിന് ഉത്തരവില്ല. അതൊക്കെ ഗുരുക്കന്മാരെ പോയി ചോദിച്ച് മനസ്സിലാക്കാനുള്ള അതിന് വേണ്ടിയൊരു ക്ലാസ് വെച്ചിരിക്കുന്നതാണ് രാമായണത്തിലെ. രാമായണം എന്ന് പറഞ്ഞാൽ അത് ഒറ്റയടിക്കല്ല കാര്യം. ഇതിൽ സംശയം ഏർപ്പെട്ട് അറിയത്തക്ക ആരെങ്കിലും സമീപിച്ച് അതിന്റെ സംശയം നിവൃത്തി വരുത്തിയാലേ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു ഗുരുദാസൻ കണ്ടുകൊണ്ട് അദ്ദേഹത്തോട് ചോദിക്കാൻ പറഞ്ഞു വരും. അപ്പോൾ അവരാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് ഫാന്റാസ്റ്റിക്കായിട്ട് പറഞ്ഞു വെക്കുന്നതാണ്. സപ്തസാരങ്ങളെ വട്ടത്തിൽ നിൽക്കുന്ന സപ്തസാരങ്ങൾ എങ്ങനെയാണ് ഒരു അമ്പ് കൊണ്ട് വളഞ്ഞു പോണ അമ്പുണ്ടോ ലോകത്ത്? ഇല്ലല്ലോ. അപ്പോൾ ഇതിന്റെ കാര്യം വേറെയാണ്. അത് പറഞ്ഞോളൂ. അതിന്റെ സൂത്രമാണ് അഹം ബ്രഹ്മാസ്മിന്നുള്ള ഇരിപ്പത്. അതാണ് ഒരു അമ്പ്. കാരണം ഇതെല്ലാം എങ്ങനെയാണ് അതിന്റെ അവധിയിൽ ഇരിക്കുന്നതാണ്. അതായത് ഇതെല്ലാം ഈ ദേഹാദി പ്രപഞ്ചം, ദേഹം, ഇന്ദ്രിയം, മനസ്സ്, ബുദ്ധി ഇതെല്ലാം ഉപാധികളാണ്. ഇതെല്ലാം തന്നെ അറിയപ്പെടുന്നവകളാണ്. ഇതെല്ലാം ഉപാധികളാണ്. ഇതിനെയൊക്കെ ഉപാധികളാണെന്ന് പിരിച്ച് കാണുന്നത് തന്നെ ഇതിനെ നശിപ്പിക്കാനുള്ള വഴി. താനല്ല. ഈ താൻ എങ്ങനെ ഇരിക്കുന്നു? ഈ നിരുപാധികമായിരിക്കുന്ന ആ ചൈതന്യ വിശേഷമാണ് ഞാനെന്ന് പറയുന്നത്. ഇതിനെ പിരിച്ച് ആ ചൈതന്യ ഭാഗത്തെ മാത്രം അറിയിപ്പിക്കാനായിട്ടാണ് തത്വമസി ഇതിൽ നിൽക്കുന്നത്. ഏത് മഹാവാക്യങ്ങളിൽ നിൽക്കുന്നത് അതിനാണ്. അതാണ് 9 ലക്ഷ്യമായി വന്നൊന്നും 40 ലക്ഷ്യമായി വന്നൊന്നൊക്കെ പറയുന്നില്ലേ. ഇതെല്ലാം ഇതിന്റെ ഫർദർ സ്റ്റേജസ് ആണ്. ഇതിനെ പർട്ടിക്കുലറായിട്ട് തിരിച്ചറിഞ്ഞവരെയാണ് ജ്ഞാനികൾ വരുന്നത്. അവരാണ് ജീവൻ മുക്തന്മാരായിട്ട് ഇരിക്കുന്നത്. ഇത്ര മാത്രം മതി. ഈ ലോക വസ്തുക്കളിൽ ഇരിക്കുന്ന രൂഢമൂലമായ അഭിമാനത്തെ വിട്ടുകളെ അതോടുകൂടി മനസ്സ് ശുദ്ധമാവും. മനസ്സ് ശുദ്ധമാവുന്നതോടുകൂടി തന്നെ ഈ വേദ താല്പര്യങ്ങളെ തനിക്ക് തന്നെ ഉണരാൻ സാധിക്കുന്ന വിധത്തിലായിരിക്കും ഒരു അനുഭൂതി കൂടെ എതിർക്കലാന്ന് പറയും. അതാണ് ഈശ്വരൻ കൂടെ അനുഗ്രഹിക്കും. ഈശ്വരന്റെ കൂടെ സഹായത്തോടു കൂടി ഇതിലേക്ക് പ്രവർത്തിക്കാൻ പറ്റും. അവർ പറയുന്നു ഈ അനുഭൂതി ഇതിൽ പ്രധാനമാണ്. അതാണ് നമ്മളെ ഇതിലേക്ക് നയിക്കുന്നത്. ഈശ്വരന്റെ സഹായം സത്വഗുണമാവണം. മനസ്സ് സത്വഗുണത്തിലാവണം. അതിന് മഹത്തുക്കൾ പറഞ്ഞു ഈ അശുദ്ധി എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഇതിനെയൊക്കെ വിട്ട് കളഞ്ഞാൽ നീ സ്വയം സത്വഗുണ പ്രധാനിയായിട്ട് വരും. ആനന്ദം അങ്ങോട്ട് തിളച്ച് മറിയാനായിട്ട് തുടങ്ങും. അതിൽ ഈ വിചാരം ഉത്ഭവിച്ചാൽ അവർ പറയുന്നു. പിന്നെ അതൊന്നും പറയുന്നു വേണ്ട. അതിന്റെ രൂപം അതാണ് ഈശ്വരന്റെ കൈ. ഈശ്വരനെ കൊണ്ട് നമ്മളെ പിടിപ്പിച്ചു എന്നാണ്, നമ്മളെ കൈ പിടിപ്പിച്ചു എന്നാണ് പറയുന്നത്. ബ്രഹ്മത്തിലേക്ക് അത് ഈശ്വരൻ തന്നെ പിടിച്ചോണ്ട് പോകും, വലിച്ചോണ്ട് പോകും. നമുക്കൊരു പ്രയാസമില്ല. ഏതുവരെ ഈശ്വരനെ നമ്മളെ ഏൽപ്പിക്കുന്നവരെയാണ് പാടുള്ളത്. ഈശ്വരനെ നമ്മളെ ഏൽപ്പിച്ചാൽ ഈശ്വരൻ ബാക്കിയെല്ലാം ചെയ്തോളൂ. ഈശ്വരൻ പറഞ്ഞ അന്ധമായ ഒന്നല്ല. ഈ ആനന്ദത്തെയാണ് പറയുന്നത്. ഈ പരമാനന്ദ പ്രളയ സാഗരത്തെയാണ് പറയുന്നത്. ഇതങ്ങോട്ട് അതിന്റെ കയ്യിലോട്ട് നമ്മളെ കൊടുത്താൽ മതി. അത് കൊണ്ടുപോയി ചേർക്കേണ്ട സ്ഥലത്ത് കൊണ്ട് ചേർക്കും. ഈ ജ്ഞാനികളെന്ന് പറയുന്ന ജീവൻ മുക്തന്മാരെന്ന് പറയുന്നത് ഈശ്വരന്റെ കൈകളിൽ തങ്ങളെ ഏൽപ്പിച്ചവരെയാണ്. അതുവരയ്ക്കും ഇത്രയുള്ള പാടേ ഉള്ളൂ. ആ ജീവൻ മുക്തി വരെ 4ാം ഭൂമി വരെയുള്ള പാടേ ഉള്ളൂ. ഇത് പറയുന്നത് ശുഭേച്ഛ വിചാരണ ധനമാനസി സത്വപത്തി. ഈ സത്വപത്തി എന്നുള്ള ഭൂമിയാണ് 4ാമത്തെ ഭൂമി. ഈ ഭൂമി വരുന്നതിന് അവർ ചെയ്യുന്നു ശുഭേച്ഛ. ആദ്യത്തെ ഭൂമി ശുഭേച്ഛ. അതായത് ഈ ലോക വിഷയങ്ങളെല്ലാം ദുർച്ചങ്ക നിവർത്തി വന്ന് ശിവജ്ഞാനം വിരുമ്പുവത് ശുഭേച്ഛ. ഇത് ശ്രുതി പറയുന്നത് ദുർച്ചങ്ക നിവർത്തി. ദുർച്ചങ്ക എന്ന് പറഞ്ഞാൽ ഈ ദുർകൂട്ടുകൾ, അതാണ് ഉപാധികൾ. ഈ ഉപാധികൾ എന്ന് വിട്ട് ശിവജ്ഞാനം വിരുമ്പുവത്, തനിക്ക് ആ ആത്മാനുഭൂതി ആത്മജ്ഞാനം ഉണ്ടാവണമെന്നുള്ള ആ പിന്നെ ചിന്ത ഇതിൽ ഉത്ഭവിക്കുന്നത് തന്നെ ശുഭേച്ഛ. ഇത് പറയുന്നു സാമാന്യമായിട്ട് ഈ ജ്ഞാനം എല്ലാവർക്കും ഉണ്ട്. ആ ജ്ഞാനം അജ്ഞാനത്തിന് നാശം ചെയ്യുന്നില്ല. അത് അജ്ഞാനത്തിന് വിരോധിയല്ല. അത് അജ്ഞാനത്തെ തഴപ്പിച്ചുകൊണ്ടിരിക്കും. രജ്ജു 2 രൂപമുണ്ട്. ഒന്ന് സാമാന്യ രൂപം, ഒന്ന് വിശേഷ രൂപം. ഇത് എന്നത് സാമാന്യ രൂപം, രജ്ജു എന്നത് വിശേഷ രൂപം. ഇത് സർപ്പം എന്ന് തോന്നുന്നിടത്ത് വിദ്യ സർപ്പത്തോട് അഭിന്നമായ ഭ്രാന്തികാലത്തിൽ തോന്നുന്നു. ഇത് എന്ന രൂപം സാമാന്യ രൂപം. ഏത് ഭ്രാന്തികാലത്തിൽ തോന്നാതിരുന്നിട്ട് താൻ തോന്നുന്നതിൽ ഭ്രാന്തി നിവർത്തിക്കുമോ അത് രജ്ജുവിൻ്റെ വിശേഷ രൂപമാകുന്നു. അങ്ങനെ തന്നെ
ആത്മാവിനും സാമാന്യവും വിശേഷവുമായ 2 രൂപമുണ്ട്. സത്രൂപം സാമാന്യമാകുന്നു, അസംഗത്വം, കൂടസ്ഥത്വവും നിത്യമുക്തത്വവും മുതലായവ വിശേഷ രൂപമാകുന്നു. എന്തുകൊണ്ടെന്നാൽ സ്ഥൂല സൂക്ഷ്മ സംഘാതങ്ങൾ ഉണ്ട്. എന്നിപ്രകാരം സ്ഥൂല സൂക്ഷ്മ സംഘാതഭ്രാന്തി സമയത്തിലും മിഥ്യാസംഘാതത്തോട് അഭിന്നമായി സത്രൂപം തോന്നുന്നതിനാൽ ആത്മാവിന്റെ സത്രൂപം സാമാന്യ രൂപമാകുന്നു. സ്ഥൂല സൂക്ഷ്മ സംഘാതത്തിന്റെ ഭ്രാന്തി സമയത്തിൽ ആത്മാവിന്റെ അസംഗത്വം, കൂടസ്ഥത്വം, നിത്യമുക്തത്വം മുതലായ സ്വരൂപം തോന്നാതെ ഇരിക്കുന്നു. അസംഗത്വം മുതലായ ആത്മാവിന്റെ സ്വരൂപം തോന്നാത്തതിനാൽ സംഘാതഭ്രാന്തി നിവൃത്തിയാകുന്നതിനാൽ അസംഗത്വം, കൂടസ്ഥത്വം, നിത്യമുക്തത്വം, വ്യാപകത്വം മുതലായ വിശേഷ രൂപമാകുന്നു. സർവഭ്രാന്തികളിലും സാമാന്യ രൂപ ആധാരമെന്നും വിശേഷ രൂപ അധിഷ്ഠാനമെന്നും പറയും. ഇനി ഇതിനെ പിരിച്ചു പറയണം. ഇതിൽ ആധാരമെന്ന് പറയുന്നതിനെ സാമാന്യത്തിനെയാണ് ആധാരമെന്ന് പറയുന്നത്. ഇതിൽ വിശേഷത്തിന് അധിഷ്ഠാനം എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് ഈ അധിഷ്ഠാന ജ്ഞാനം ഇല്ലാത്തതാണ് ഈ പറയുന്ന അപരോക്ഷ അനുഭവം ഉണ്ടാവാത്തതിന് കാരണമാണ്. എന്നാൽ സാമാന്യ ജ്ഞാനം ഉണ്ട് പോലും എല്ലാവർക്കും പ്രകടമാണ്. അതെങ്ങനെയാണ് സാമാന്യ ആധാരം? എങ്ങനെ സർപ്പത്തിന് ആശ്രയമായ രജ്ജുവിൽ സാമാന്യമായ ഇത് എന്ന രൂപം സർപ്പത്തിന് ആധാരമായും വിശേഷമായ രജ്ജു രൂപം അധിഷ്ഠാനമായി ഇരിക്കുന്നുവോ, അതുപോലെ വിദ്യാപ്രപഞ്ചത്തിന് ആശ്രയമായ ആത്മാവിന്റെ സാമാന്യമായ സത്വരൂപം പ്രപഞ്ചത്തിന് ആധാരമായും അസംഗത്വം മുതലായ വിശേഷവും അധിഷ്ഠാനവുമാകുന്നു. ഇപ്രകാരം ആധാരാധിഷ്ഠാനങ്ങൾക്ക് സർവജ്ഞ മുനിയാൽ ഭേദം ചൊല്ലിയിരിക്കുന്നു. മന്ദാന്തകാലത്തിൽ സാമാന്യ രൂപത്തിൽ ജ്ഞാതമായും വിശേഷ രൂപത്തിൽ അജ്ഞാതമായുമുള്ള രജ്ജുവിൽ സർപ്പാധ്യാസം ഉണ്ടാകുന്നതല്ലാതെ അത്യന്തം ജ്ഞാതമായും അത്യന്തം അജ്ഞാതമായുള്ള രജ്ജുവിൽ അധ്യാസം ഉണ്ടാകാൻ കാരണമില്ല. നിർവിശേഷമായ ആത്മാവിൽ ജ്ഞാതാജ്ഞാതങ്ങൾ ഇല്ലാത്തതിനാൽ പ്രപഞ്ച അധ്യാസവും ഉണ്ടായിക്കൂടാ എന്നാണെങ്കിൽ ഇത് ശരിയല്ല. എന്തെന്നാൽ ആത്മാവുണ്ടെന്ന് സകലവർക്കും തോന്നിക്കൊണ്ടിരിക്കുന്നു. തൻ്റെ സ്വരൂപത്തിന് ആത്മാവെന്ന് പേർ. ഞാനില്ല എന്ന് ഒരുവർക്കും തോന്നുന്നില്ല. പിന്നെയോ ഉണ്ടെന്ന് തന്നെ തോന്നിക്കൊണ്ടിരിക്കുന്നു, എല്ലാവർക്കും തോന്നുന്നു. അതിനാൽ സത്വരൂപത്തിൽ ആത്മാവ് ജ്ഞാതമായും ഞാൻ ചൈതന്യൻ, ആനന്ദൻ, വ്യാപകൻ, നിത്യൻ, ശുദ്ധ, മുക്തൻ എന്നീ പ്രകാരം ഒരുത്തർക്കും തോന്നാത്തതിനാൽ ചൈതന്യാനന്ദ വ്യാപക നിത്യശുദ്ധ മുക്ത രൂപത്താൽ ആത്മാവ് അജ്ഞാതമായി ഇരിക്കുന്നു. ഈ പറഞ്ഞത് അനുഭവസിദ്ധമാകുന്നു. ഈ അനുഭവസിദ്ധമായ വാർത്ത യുക്തിയാൽ നിവർത്തിക്കുകയില്ല. ഈ അനുഭവസിദ്ധമായ വാർത്ത യുക്തിയാൽ നിവർത്തിക്കുകയില്ല. ആർക്കും അറിയാൻ കഴിയാത്ത ആത്മാവിന്റെ സത്വരൂപം സാമാന്യ രൂപം, കേവലം ജ്ഞാനികൾക്ക് മാത്രം പ്രതീതമാകുന്ന ചേതന ആനന്ദാദികൾ വിശേഷ രൂപം. ആർക്കും അറിയാൻ കഴിയുന്ന ആത്മാവിന്റെ സത്വരൂപം സാമാന്യ രൂപം, കേവലം ജ്ഞാനികൾക്ക് മാത്രം പ്രതീതമാകുന്ന ചേതന ആനന്ദാദികൾ വിശേഷ രൂപം. ഏതൊന്ന് അധിക കാലത്തിൽ അധിക ദേശത്തിലിരിക്കുന്നുവോ അത് സാമാന്യ രൂപം, ന്യൂനകാലത്തിൽ ന്യൂനദേശത്തിലിരിക്കുന്ന വിശേഷ രൂപം. സത്തിനെ പോലെ ചേതന ആനന്ദാദികൾ ആത്മാവിന്റെ സ്വരൂപമായി എങ്ങും വ്യാപകമായി ഇരിക്കുന്നതിനാൽ ഇവകൾക്ക് ന്യൂനദേശവും സത്ത് രൂപത്തിന് അധിക ദേശവും ഉള്ളതെന്നും ആത്മാവ് നിർവിശേഷമായതിനാൽ സത്വരൂപം സാമാന്യക്കൂറും ചേതനാനന്ദാദികൾ വിശേഷക്കൂറൊന്നും പറയുന്നത് ശരിയല്ലല്ലോ എന്നാണെങ്കിൽ, ഇപ്പം ആത്മാവിന് ഇതൊന്നുമില്ല. പക്ഷേ ഇത് ഒരാളുടെ അനുഭവത്തിലുള്ള ആത്മാവിന്റെ പ്രകൃതമൊക്കെ പറയണം. ആത്മാവിനെ സംബന്ധിച്ച് ഈ പറയുന്ന വിശേഷമോ സാമാന്യമോ ഒന്നും അതിനെ ബാധിക്കുന്നില്ല. പക്ഷെ ഇതിപ്പം ആഭാസവാദത്തിൽ അവരൊരു യുക്തി ഇതിൽ പറഞ്ഞിങ്ങനെ കൊണ്ടുപോകണം. ആത്മാവിന് അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, അതിന് ഈ പറഞ്ഞ ഒന്നും തന്നെ അതിലില്ല. പക്ഷെ നമ്മുടെ അന്ധകരണത്തിന്റെ ആ ജ്ഞാനദൃഷ്ടി ഗുരുടായിരിക്കുന്ന ഒരു നിലയ്ക്ക് ഇതെല്ലാം ഇങ്ങനെ ഇരിക്കുക എന്ന് മാത്രം മനസ്സിലായിക്കൊള്ളുക. ഒറ്റ അടിക്ക് ഈ ബ്രഹ്മമാണെന്ന് പറഞ്ഞാൽ അതിനെ എടുക്കാൻ സാധിച്ചാൽ അത് മതി, വേറൊന്നും വേണ്ട. ബ്രഹ്മമാണെന്ന് പറഞ്ഞാൽ ഇത് എന്തെങ്കിലും ഒരു നാമരൂപത്തിൻ്റെ ഒരു സാധനം അല്ലല്ലോ. മറ്റൊന്നില്ല, അഴിഞ്ഞു പോയാൽ മതി. ഇതേ ചിന്തയിൽ അങ്ങനെ നിൽക്കുന്നത് തന്നെ ആ രൂപം. അത് രൂപമില്ല, രൂപാമങ്ങളില്ലാത്തതല്ല. ആ രൂപത്തിൽ നിൽക്കാൻ സാധിച്ചാൽ അത് മതി. പക്ഷെ അങ്ങനെ പറ്റില്ല. കാരണം ഈ വ്യവഹരിക്കുമ്പോൾ ഈ രൂപത്തിലൊക്കെ നമുക്ക് വ്യവഹരിക്കേണ്ടി വരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഈ പറയുന്ന രൂപത്തിൽ പറഞ്ഞു കൊടുക്കുന്നത്. ഏതെങ്കിലും എത്രയോ ജന്മങ്ങളുടെ സംസ്കാരം കൊണ്ടാണ് പോലും ഈ അജ്ഞാനം ഇതിൽ ഫലിക്കുന്നത്.
ഒരു ഒരു നിമിഷം കൊണ്ടല്ല, ഇങ്ങനെ കേട്ട് ചിന്തിക്കുകയും ഒക്കെ ചെയ്തിങ്ങനെ പോയി വരുമ്പോൾ ഇതിൻ്റെ പ്രാപ്തി ഇത് വരും.